കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യത്തെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ ഒരു വാചകം മാത്രമാണ് നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇത്രയും മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒന്ന് അവൻ പിതാവാണെന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വ്യക്തികൾ, ഒന്ന് കർത്താവ് ശിഷ്യന്മാരെയാണ് ഇത് പഠിപ്പിച്ചത്. എന്നാൽ ആ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ആരായിത്തീരണം? മക്കളായിത്തീരണം. അപ്പോൾ മക്കളുടെ പ്രാർത്ഥനയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ മക്കൾക്ക് ശിക്ഷണമുള്ളത് കൊണ്ട് അവർ ശിഷ്യന്മാരാണ്. മക്കളാവുകയാണ് ആദ്യം നടക്കുന്നത്. വീണ്ടും ജനിക്കാത്തൊരു വ്യക്തി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ദൈവരാജ്യത്തിൽ ടൂറിസ്റ്റുകളില്ല, ദൈവരാജ്യത്തിൽ എമിഗ്രൻസ് ഇല്ല, ദൈവരാജ്യത്തിൽ സിറ്റിസൻസേ ഉള്ളൂ. ആ സിറ്റിസൺഷിപ്പ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള കൃത്യമായ ടീച്ചിങ് നമുക്കിന്ന് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വീണ്ടും ജനിച്ചതായ വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവ് എന്ന നിലയിൽ ആ പിതാവിനോട്, കാര്യം അവൻ പിതാവാകുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് നമ്മൾ, ആത്മാവിൽ ജനിച്ചവരാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് ആ പിതാവായ ദൈവവുമായിട്ട് നമുക്ക് സംസാരം അല്ലെങ്കിൽ സംസർഗം സാധ്യമാണ്. വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വലിയ കൂടിയ കാര്യങ്ങളൊന്നുമില്ല. എന്താണ്? പിതാവായ ദൈവവുമായിട്ട് നമ്മൾ നടത്തുന്ന സംഭാഷണമാണ് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന. ആ തിരിച്ചറിവോടുകൂടെ ആ രീതിയിൽ വേണം പ്രാർത്ഥിക്കാൻ. ആ പിതാവിനെ കണ്ടുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. എപ്പോഴും നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ആ കമ്മ്യൂണിക്കേഷനാണ് നമ്മളെ ശരിക്കും മക്കളാക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ദ സ്പിരിറ്റ് ബെയറത്ത് വിറ്റ്നസ് ഇൻ മൈ സ്പിരിറ്റ് ദാറ്റ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളത് ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോട് എപ്പോഴും സാക്ഷ്യം പറയുന്നു. അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് അബോധ്യമുണ്ട്, എനിക്ക് കമ്മ്യൂണിക്കേഷനുണ്ട്. ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ. ആ ഒരു ഫീലിംഗ് നമ്മളൊരു പക്ഷേ കാണുന്നില്ലായിരിക്കാം, പുറമേ കാണാനില്ലായിരിക്കാം. പുറമേ നമ്മളിപ്പോൾ ചിലപ്പോൾ എന്താണ്, ആ ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുറമേ കാണുന്നില്ല. പക്ഷേ നമ്മളത് അനുഭവിക്കണം. ഒരു കുട്ടി ഇങ്ങനെ പട്ടം പറപ്പിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ പട്ടം പറന്നു പറഞ്ഞ് അങ്ങ് മോളിപ്പോയി, അങ്ങ് ആകാശത്തിൽ കാണാൻ വയ്യാത്ത സ്ഥലത്ത്. പക്ഷേ ഈ ചെറുക്കൻ ഇങ്ങനെ നൂലിങ്ങനെ നമുക്കറിയാമല്ലോ, നൂലിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഞാൻ ചോദിച്ചു, നീ എന്തോളാം ഇങ്ങനെ കൈയിട്ട് ആട്ടുന്നത്? അങ്ങനെ പറഞ്ഞ് ഞാൻ പട്ടം പറപ്പിക്കുക. പട്ടോ എവിടെ? അവിടെ ഒന്നും കാണാനില്ലല്ലോ, നീ ഇങ്ങനെ ഇമ്മാ നൂല് ആട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇല്ല, പട്ടമുണ്ട്, ഞാൻ കാണുന്നില്ലല്ലോ. അങ്ങനെ ചെറുക്കൻ പറഞ്ഞ്, നിങ്ങൾ കാണണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഐ ഫീൽ ഇറ്റ് ഇൻ മൈ ഹാൻഡ്സ്, അതെൻ്റെ കയ്യിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുപോലെയാണ് ദൈവവുമായിട്ടുള്ള നമ്മളെ ആ ആത്മബന്ധം, ആ കമ്മ്യൂണിക്കേഷൻ, അത് നടക്കുന്നത് ആത്മാവിലാണ്, ഇല്ലേ? ആത്മാവിനാൽ ജനിച്ചവനൊക്കെ ഇങ്ങനെയാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞു പോയാൽ ഒത്തിരി പറയാനുണ്ട്. അവിടെ കർത്താവ് പറയുന്നു, കാറ്റ് എവിടെ നിന്ന് അടിക്കുന്നുവെന്നും എവിടെയൊക്കെ പോകുന്നുവെന്നും നമ്മൾ അറിയുന്നില്ല. അതിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കാണുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനൊക്കെ ഇങ്ങനെ ആകുന്നു. അതായത് പുതുജനനത്തിൻ്റെ പാടുകളൊന്നും പുറത്ത് കാണാനില്ല, പക്ഷേ പുതുജനനം ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അങ്ങനെ ആ പിതാവായ ദൈവവുമായിട്ടുള്ള സംസർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ ആ പിതാവിനെ, അല്ലെങ്കിൽ ആ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം, ഇറ്റ് ഈസ് ബിക്കോസ് നമ്മൾ മകനായതുകൊണ്ടാണ്. അപ്പനുമായിട്ടൊരു ശിഷ്യൻ്റെ പ്രാർത്ഥന അപ്പനുമായുള്ള സംസർഗമാണ് എന്ന് നമ്മൾ കാണുന്നു. അവൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ അതിനകത്ത് അടുത്തതായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ പിതാവേ എന്ന് വിളിക്കുക മാത്രമല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അത് തന്നെ തീർച്ചയായും ഒരു വലിയ പദവിയാണ് എന്ന് തന്നെയല്ല. പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിന്നെ പിതാവിൻ്റെ സന്നിധിയിൽ അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായും അവനോടുള്ള റെവറൻസ് നമുക്കുണ്ടായിരിക്കും. എന്നാൽ അതിനോട് ചേർന്ന് കർത്താവ് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്, ഹീ ഈസ് ഫാദർ, ബട്ട് റിമെമ്പർ ദാറ്റ് ഹീ ഈസ് ഹെവൻലി ഫാദർ. അവൻ സ്വർഗസ്ഥനായ പിതാവാണ്. അല്ലാതെ സ്വർഗസ്ഥനായ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങൾ ഓർത്തോണം, ഹീ ഈസ് എ ഹോളി ഗോഡ്, ഹീ ഈസ് എ ജസ്റ്റ് ഗാഡ്. അവൻ നീതിയുള്ള ദൈവമാണ്, അവൻ വിശുദ്ധനായ ദൈവമാണ്. ബട്ട് ഹീ ഈസ് ഫാദർ. ആൻഡ് അതുകൊണ്ട് നമുക്ക് അവൻ്റെ അടുത്തേക്ക് പ്രവേശനമുണ്ട്. പക്ഷെ പ്രവേശനമുള്ളപ്പോഴും അവൻ അതിൻ്റെ റെവറൻസ് അല്ലെങ്കിൽ ആ ബഹുമാനം നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. എന്ന് തന്നെയല്ല, അവൻ വിശുദ്ധനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ
ആ അപ്പൻ്റെ വിശുദ്ധി പ്രമാണിച്ച് ജീവിക്കാനാണ് നമ്മൾ നോക്കുന്നത്. പ്രമാണിച്ച് ജീവിക്കാൻ. അപ്പനായതുകൊണ്ട് പിന്നെ എന്തും കാണിക്കാമെന്നല്ല, ഇല്ലേ? അപ്പനായതുകൊണ്ട് എന്തും കാണിക്കാമെന്നല്ല. എഴുതി വെച്ചാലും എഴുതി വെച്ചില്ലെങ്കിലും ഒരു വീട്ടിൽ ചില നിയമങ്ങളുണ്ട്, ഇല്ലേ? നമ്മളെ ചില ആളുകൾ ഇപ്പം പറഞ്ഞു പഠിപ്പിക്കുന്ന അനുസരിച്ച് there is no law എന്നാണ് പറയുന്നത്. അങ്ങനല്ല, there is a law. ലോ ഉണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു നിയമമില്ലേ? എഴുതി വെച്ച് കാണത്തില്ല, പക്ഷെ എഴുതി വെച്ചാലും എഴുതി വെച്ചില്ലെങ്കിലും എന്തുണ്ട്? ഒരു നിയമമുണ്ട്, ഇല്ലേ? എഴുതി വെച്ചിട്ടില്ല. ഒരു ചെറുക്കൻ അപ്പനെ കയറി തല്ലിയെന്ന് വെച്ചു. നീ എന്താ തല്ലിയത്? അപ്പനല്ലേ, അത് തല്ലിയ തന്നെ. എടാ അപ്പനെ തല്ലാമോ? അപ്പനെ തല്ലാൻ പാടില്ല. പിന്നെ എഴുതി വെച്ചിട്ടുണ്ടോ അപ്പനെ തല്ലെഴുതുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നോ, എഴുതി വെക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എന്തുണ്ട്? നിയമം ഉണ്ട്. അപ്പോൾ ഒരു മകനാണെങ്കിൽ അവൻ ആ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ദൈവത്തിങ്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, ദൈവാലയത്തിൽ നമ്മൾ രാവിലെ പറഞ്ഞല്ലോ സഭാപ്രസംഗിൽ, ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നിൻ്റെ കാല് സൂക്ഷിക്കുക. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നടപ്പ് സൂക്ഷിച്ചുകൊണ്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ. കാര്യം അവൻ സ്വർഗസ്ഥ പിതാവാണ്. ഹീസ് എ ഹെവൻലി ഗാഡ്, ഹീസ് എ ഹോളി ഗാഡ്. അപ്പോൾ അതുകൊണ്ട് ആ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട്. അവനെ പിതാവായതുകൊണ്ട്, നമ്മൾ മക്കളായതുകൊണ്ട് ഡിസിപ്ലിനും ഉണ്ട്. യേശു കർത്താവ് വിളിക്കുമ്പോൾ തന്നെ പറയുന്നത് എന്താണ്? അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നല്ല കാര്യം, അവിടെ കൊണ്ട് നമ്മൾ കാര്യം നിർത്തും. പക്ഷെ അടുത്തത് എന്താണ്? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഒരു നുഖത്തിൻ്റെ കീഴിലേക്കാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ എൻ്റെ ചുമട് ലഘുവും എൻ്റെ നുഖം മൃദുവുമാകുന്നു. അവൻ നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നുഖമല്ല, നമ്മളെ പരുവപ്പെടുത്താൻ, അല്ലെങ്കിൽ ടൈം ചെയ്യാനായിട്ട്. നമ്മൾക്ക് അൺടൈംഡാണ്. നമ്മൾ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ പോയതാണ്. അതിൽ നിന്ന് ആ കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ഒരു നുഖം ആവശ്യമുണ്ട്, ഒരു ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിസൈപ്പിൾ ആകുന്നത്. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്, വി ആർ സൺസ്. നമ്മൾ മക്കളാണ്, പക്ഷേ നമ്മൾ ഡിസൈപ്പിൾസുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അടുത്തത് നമ്മൾ പറഞ്ഞു, ഈ പിതാവ് സ്വർഗസ്ഥനാണെന്ന് തന്നെയല്ല, അവൻ ഞങ്ങളുടെ പിതാവെന്നാണ് പറയുന്നത്, അല്ലാതെ എൻ്റെ പിതാവെന്നല്ല. രാവിലെ നമ്മൾ കണ്ട കാര്യം അതാണ്. ഇന്ന് സെൽഫ് റിലയൻസ്, സെൽഫിഷ്നെസ് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയ അപകടമാണ് സെൽഫ് റിലയൻസ്. എല്ലാവരിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആകുവാനുള്ള ഒരു വലിയ മനസ്സ്. എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആകണം. അതാണ് വാസ്തവത്തിൽ പാപം എന്ന് പറയുന്നത്. ആദ്യത്തെ പാപം എന്ന് പറയുന്നത് അവർ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയെന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ പാപം, ഫസ്റ്റ് സെൻ. കാര്യം എല്ലാ ദിവസവും അപ്പനായ ദൈവം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദാമിൻ്റെ അപ്പനാണ് ദൈവം. എന്തുകൊണ്ടാണ്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി പറഞ്ഞു വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ ജനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പിതാവ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശേത്ത് ആദാമിൻ്റെ മകൻ, ആദാം ദൈവത്തിൻ്റെ മകൻ. അവൻ മകനാണ്. ആ മകന് ആ മകനൊരു നിയമമുണ്ടായിരുന്നു. ആ നിയമം അല്ല, ജീവൻ ഉണ്ടായിരുന്നു. എങ്ങനെ ജീവൻ ഉണ്ടായത്? അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അതായത് അവനിലേക്ക് ഒഴുകിയിരുന്നത് ദൈവിക ജീവനായിരുന്നു. ആ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി കഴിഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഫെയ്ത്ത് എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ അത്രയും പ്രസക്തമായിട്ട് അവിടെ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കല്ല. പക്ഷേ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു കണക്ടറാണ്. റിസർവോയറിലെ വെള്ളം എൻ്റെ ടാപ്പിനകത്ത് വരുന്നത് റിസർവോയറിലെ വെള്ളവും എൻ്റെ ടാപ്പുമായിട്ടൊരു കണക്ടർ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസർവോയറിൽ എത്ര വെള്ളമുണ്ടോ അത്രയും വെള്ളവും എനിക്ക് വേണമെങ്കിൽ ഈ ടാപ്പിലൂടെ എടുക്കാം. ഇതുപോലെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കണക്ടറാണ്. അതാണ് ഒബീഡിയൻസ് ഉണ്ടാക്കുന്നത്. ഒബീഡിയൻസ്. അപ്പം ഫെയ്ത്ത് എന്ന് പറയുന്നത് ട്രസ്റ്റാണ്, അല്ലാതെ വെറുതെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല. യാക്കോബ് ചോദിക്കും, ദൈവം ഉണ്ടെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതോ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നതോ കൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയാകത്തില്ല. ഞാൻ ഒരു വിശ്വാസിയുടെ കാര്യം, ഞാൻ സാധാരണ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വിശ്വാസിയുടെ കാര്യം പറയാം. ഈ പുള്ളി ഭയങ്കര വിശ്വാസിയാണ്. അവൻ ദൈവം ഉണ്ടെന്ന് തന്നെയല്ല, വേദപുസ്തകത്തിൻ്റെ കവർ ടു കവർ വിശ്വസിക്കുന്നുണ്ട്. ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്ക് വരെ അവൻ വിശ്വസിക്കുന്നുണ്ട്. എന്ന് തന്നെയല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവികമായ, അവൻ തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രനാണെന്നും കന്യകയുടെ ജാതനായി ജനിച്ചെന്നും 33 വർഷം ജീവിച്ച്
മരിച്ച മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടെന്നും ഉയിർത്തെഴുന്നേറ്റെന്നും സ്വർഗത്തിലേക്ക് കരേറിപ്പോയെന്നും കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി അവൻ രണ്ടാമത് വരുന്നെന്നും സമ്പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് പിന്നെ അങ്ങ് സഭയെ ചേർത്താലോ? വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞത് പിശാചിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ നോട്ടത്തിൽ ഒരു വിശ്വാസി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാക്ട്സ് വിശ്വസിക്കുന്നവനെ നമ്മളങ്ങ് വിശ്വാസി എന്ന് വിളിക്കുക. അത് അടിസ്ഥാനപരമായ തെറ്റാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളൊരാളെ വിശ്വാസി, നീ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നെന്ന് വിശ്വസിക്കുന്നു, അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കുന്നു, അവൻ രണ്ടാമത് വരുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ പോരെ? നോ. പിശാച് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പിശാച് ആശ്രയിക്കുന്നില്ല. പിശാച് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ പിശാച് ഫെയ്ത്ത് എന്ന് പറയുന്ന കണക്റ്റർ ഉപയോഗിച്ച് ദൈവത്തിൽ നിന്നൊന്നും റിസീവ് ചെയ്യുന്നില്ല. എപ്പോഴാണ് ഒരുവൻ വിശ്വാസിയാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവവുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോഴാണ്. ആദം ദൈവവുമായിട്ട് ബന്ധിക്കപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജീവൻ അവനിലേക്ക് ഒഴുകി. അത് അനുസരണത്തിലൂടെയാണ്. അതാണ് ഒബീഡിയൻസ് പറയുന്നത്. ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് എന്ന് കൽപ്പിച്ചു. ആ കൽപ്പന അനുസരിക്കുന്നിടത്തോളം കാലമേ ഈ കണക്ടർ വർക്ക് ചെയ്യത്തുള്ളൂ. ഒബീഡിയൻസ് ആണ് ഈ കണക്ടറിനെ ഫിക്സ് ചെയ്യുന്നത്. ഒബീഡിയൻസ് പോയാൽ, അനുസരണം പോയാൽ ഈ കണക്ഷൻ പോയി. അവൻ ഒബീഡിയൻസ് നഷ്ടപ്പെടുത്തി. അതായത് അവൻ ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട്. അതായത് പിശാച് അവനോട് പറഞ്ഞത് മറ്റൊന്നുമല്ല. രാവിലെ ഞാൻ പറഞ്ഞല്ലോ, പിശാച് അവനോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: എടാ, നീ വെറും വിഡ്ഢിയാകരുത്. ലോകത്തിലുള്ള എല്ലാം നിൻ്റെ കാൽ കീഴാ, എല്ലാം നിന്നെ അനുസരിക്കുന്നുണ്ട്, പക്ഷേ നീ ദൈവത്തെ അനുസരിക്കുന്നു. അങ്ങനെ ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റത്തില്ല. ഈ അനുസരണത്തിൻ്റെ കണക്ടർ ഒന്ന് വിട്ടേ, ഈ പഴം ഒന്ന് പറിച്ചു നിന്നാൽ നീയും എന്തായിത്തീരും? ദൈവത്തെ പോലെ ആകും. നിനക്ക് ഇൻഡിപെൻഡൻ്റ് ആകാം. പിന്നെ നിനക്ക് ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇതാണ് പിശാച് പറഞ്ഞത്. അപ്പോൾ ആദാം ചിന്തിച്ചു, അതൊരു നല്ല കാര്യമാണല്ലോ, ഞാനിങ്ങനെ എന്നും ഈ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഞാനങ്ങ് ഇൻഡിപെൻഡൻ്റ് ആയാൽ എന്താ പ്രശ്നം? അവൻ ഡിസൊബേ ചെയ്തു. സംഭവിച്ചതല്ല, അവനിലേക്ക് ജീവൻ പകർന്നു കൊടുത്തില്ല. ആ ഓക്സിജൻ്റെ ട്യൂബ്, ഞാൻ നമ്മുടെ ഭാഷയിലും കൊള്ളയാ, ദൈവത്തിൻ്റെ ജീവൻ ഒഴുക്കി കൊടുത്തിരുന്ന ആ ട്യൂബ് ഉണ്ടല്ലോ, കണക്ടർ, അത് തകർന്നു പോയി. എന്താ സംഭവിച്ചത്? കർത്താവ് പറഞ്ഞത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നിശ്ചയം മരിച്ചു. എങ്ങനെ മരിച്ചു? ദൈവത്തിന് മരിച്ചു. ദൈവത്തിൻ്റെ ജീവൻ അന്ന് തൊട്ട് ആദാമിലേക്ക് ഒഴുകി വന്നില്ല. പിന്നെ അത് നമ്മിലേക്ക് ഒഴുകി വരുവാൻ, റീകണക്ട് ചെയ്യാനാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ വന്നത്. അവരത് റീകണക്ട് ചെയ്തു. ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. റീകണക്ഷൻ നടന്നു. അതാണ് കാൽവറി ക്രൂശിൽ. അതുകൊണ്ടാണ് ഇരുപക്ഷത്തെയും ഒന്നാക്കി ദൈവത്തോട് നിരപ്പിച്ചു. ഈ വാക്കുകളൊക്കെ പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആകയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത്. കണ്ടോ, വിശ്വാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. എന്താണ് വിശ്വാസം? ദൈവവുമായിട്ട് നിങ്ങളെ ലിങ്ക് ചെയ്യുന്ന ആ വിശ്വാസം കൊണ്ടാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കണക്ടർ ടാപ്പുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ റിസർവോയറിലെ വെള്ളം താഴോട്ട് ഒഴുകി വരും എന്നതുപോലെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, യേശുവുമായി ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ യേശുവിൻ്റെ നീതി നിങ്ങളിലേക്ക് ഒഴുകും. പിന്നെ സംസർഗമായി, ആ സംസർഗമാണ് പ്രാർത്ഥന. ആ സംസർഗത്തിലാണ് എല്ലാം ഒഴുകി വരുന്നത്. നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ റിസർവോയറിലെ വെള്ളം ഒഴുകി വരുന്നത് പോലെ യേശുവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എന്നിലേക്ക് അങ്ങ് ഒഴുകുകയാണ്. യേശുവിൻ്റെ നീതി എന്നിലേക്ക് ഒഴുകുന്നു, യേശുവിൻ്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നു, യേശുവിൻ്റെ വിശുദ്ധി എന്നിലേക്ക് ഒഴുകുന്നു, യേശുവിൻ്റെ സ്വഭാവം എന്നിലേക്ക് ഒഴുകുന്നു. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഐ ആം ഡെഡ്. ഞാൻ ക്രൂശിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ജനിക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരു മരണം നടക്കണം. ലോകത്തിന് മരിക്കുന്നവന് മാത്രമേ ദൈവത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് എംഫസൈസ് ചെയ്യാത്തത് കൊണ്ട് ലോകത്തിൽ ജീവിക്കുന്ന ലൗകികനായി സ്വർഗരാജ്യത്തിൽ പോകാമെന്ന ആളുകൾ ചിന്തിക്കുന്നത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ലോകത്തിന് മരിച്ചവന് മാത്രമേ വീണ്ടും ദൈവത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് ജനിച്ചവന് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ.
ഇതൊക്കെ വളരെ ബേസിക്കായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതാരും പറയത്തില്ല, അതാരും പഠിപ്പിക്കുന്നില്ല. വളരെ ബേസിക് കാര്യമാണ് വീണ്ടും ജനനം. വീണ്ടും ജനനത്തെക്കുറിച്ച് ആര് പ്രസംഗിക്കുന്നു? പക്ഷെ വീണ്ടും ജനിക്കുന്നതിലൂടെ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മക്കളാകുമ്പോൾ അപ്പൻ്റെ സ്വഭാവം നമ്മളിലേക്ക് ഒഴുകി വരികയാണ്, അപ്പൻ്റെ വിശുദ്ധി നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗീയമായത് നമ്മളിലേക്ക് ഒഴുകി വരികയാണ്. അങ്ങനെ ഒഴുകി വരുമ്പോൾ ഈ ബന്ധം മനുഷ്യനും തമ്മിലുമുണ്ട്. അവർ ഫാദർ എന്നാണ് പറയുന്നത്. അതായത് സഹോദരന്മാർ തമ്മിലും ഇൻഡിപെൻഡൻ്റ് ആകാൻ പാടില്ല. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, ഇച്ചിരി കട്ടിയാത്. അതായത് എൻ്റെ സഹോദരനുമായിട്ട് ഞാൻ മാറി നിന്നാൽ, സെപ്പറേറ്റഡ് ആണെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലില്ല. എൻ്റെ എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല. ഈ മോഡേൺ ട്രിനിറ്റി ഞാൻ രാവിലെ പറഞ്ഞ കാര്യമാണ്. ഐ, മീ ആൻഡ് മൈൻ, ഞാൻ, എൻ്റെ, എനിക്ക് എന്ന് പറയുന്ന 3 വാക്കുകൾ ക്രിസ്തീയമല്ല. ഈ 3 വാക്കുകൾ പാപം ചെയ്തപ്പോഴാണ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് അവൻ ദൈവവുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു, അവൻ്റെ സഹോദരനുമായി ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. കയീനും ഹാബേലും അവർ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. കയീൻ പറഞ്ഞു, എൻ്റെ ലോകത്തിൽ നീ കയറാൻ പാടില്ല, അതുകൊണ്ടാണ് അവനെ കൊന്നത്. അതോടുകൂടെ അവൻ ഇൻഡിപെൻഡൻ്റ് ആയി. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയതോടുകൂടെ അവൻ്റെ ദൈവിക ബന്ധം അവന് നഷ്ടപ്പെട്ടെന്ന് തന്നെയല്ല, അവന് ദൈവിക ബന്ധത്തിലേക്ക് വരുവാൻ പോലും കഴിയാതെ ഏതിന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കിഴക്ക് എന്ന് പറയുന്നത് പല സമയത്തും അവിടെ കാണുന്നത് ദൈവസാന്നിധ്യമില്ലാത്ത എന്ന ഒരർത്ഥത്തിലാണ്. വേദപുസ്തകത്തിൽ ചില വാക്കുകൾക്ക് അങ്ങനെയുള്ളൊരു മീനിങ് ഉണ്ട്. കിഴക്കെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതല്ല. പക്ഷേ ഏതിന് കിഴക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസാന്നിധ്യം അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. യാക്കോബ് കിഴക്കരുടെ ദേശത്തെത്തി എന്നാണ് പറയുന്നത്. കിഴക്കരുടെ ദേശത്ത് എന്ന് പറഞ്ഞതുപോലെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ പോലും കഴിയും. അവൻ ഓടിപ്പോയി. ഹി വാസ് എ വാണ്ടറർ. അവൻ ഓടിപ്പോയി. അവൻ പറഞ്ഞു, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആകണം. അവൻ്റെ സഹോദരനെ അവൻ കൊന്നുകളഞ്ഞു. സഹോദരൻ വേണ്ടാന്ന് പറയുന്നവൻ സഹോദരനെ കൊല്ലുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞ കാര്യം അതാണ്. കൊലപാതക കുറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയാണ്, സഹോദരനെ പകയ്ക്കുന്നവനൊക്കെയും കൊലപാതകനാണ്. സഹോദരൻ നിസ്സാര എന്ന് വിളിച്ചാൽ നീ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ എൻ്റെ പിതാവെ എന്ന് വിളിക്കാൻ കഴിയില്ല. എൻ്റെ എന്ന് പറഞ്ഞൊരു വാക്കില്ല. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എൻ്റെ എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്? ഞാനിന്ന് പകല് പറഞ്ഞ കാര്യം ഒന്നുകൂടെ എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം പല ആളുകളും അത് മനസ്സിലാക്കണം. ഒന്നുകൂടെ കേട്ടവർ തന്നെ ഒന്നുകൂടെ കേട്ടാലും കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചതുപോലെ ആകരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ച രീതി, ഞാൻ പഠിപ്പിച്ച പോലല്ല, കർത്താവ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. ആ ഒരു വലിയ അതിനുശേഷം പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ കൊലപാതകം ചെയ്യുകയാണ്. വെൻ യു തിങ്ക് യു ആർ ഇൻഡിപെൻഡൻറ്റ് ഫ്രം യുവർ ബ്രദർ, യു ആർ എ മർഡറർ. ഞാൻ എൻ്റെ സഹോദരനിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകണം. ഞാൻ പറഞ്ഞല്ലോ, ലോകം പഠിപ്പിക്കുന്നതിൻ്റെ നേരെ വിപരീതമാണ് വേദപുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്, വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ദി ഐസ് ഓഫ് ദ വേൾഡ് ഈസ് ആൻ അബോമിനേഷൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. ലോകത്തിൻ്റെ മുമ്പിൽ ഉത്തമമായത്, ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പാകുന്നെന്നാണ് പറയുന്നത്. ലോകം പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആകണമെന്നാണ്, അല്ലേ? ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ബി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ സ്വതന്ത്രരായിരിക്കണം, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആകാൻ പാടില്ല. ആരെയും നമ്മളത് നല്ല കാര്യമാണ്. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് ജീവിക്കണം. ഇതൊക്കെ പറയുന്നത് ലോകമാണ്, ലൗകികതയാണ് പറയുന്നത്. ലൗകികത അത് ബിബ്ലിക്കൽ അല്ല. ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതൊന്നുമല്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് ജീവിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ ആരും ബുദ്ധിമുട്ടിക്കാൻ വരരുതെന്നാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടിച്ചാണ് ജീവിക്കേണ്ടത്, അല്ലാതെ എന്തോന്നാ? അതാണ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്.
ഇത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? ലോകപ്രകാരം ഇത് ഫൂളിഷ്നെസ്സാണ്. ലോകപ്രകാരം അത് ഫൂളിഷ്നെസ്സാണ്. പക്ഷേ അതാണ് ദൈവിക തത്വം. എൻ്റെ സഹോദരനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ജീവിക്കേണ്ടത്. എൻ്റെ സഹോദരനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞാൻ ജീവിക്കേണ്ടത്. മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകണം. ഇന്നിപ്പോൾ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല, ഇല്ലേ? നമ്മളേതെങ്കിലും വീട്ടിൽ പിള്ളേർ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ എന്തെങ്കിലും കഴിക്കാൻ പോലും വാങ്ങിച്ച് തിന്നുന്നത് നമുക്ക് ഇഷ്ടമില്ല. എന്തിനാണ് അവിടുന്ന് വാങ്ങിച്ചത്, അവരോട് വാങ്ങിച്ചത്? ഞാൻ വാങ്ങിച്ചാൽ എന്നാ പ്രശ്നം? അവൻ വാങ്ങിക്കട്ടെ, അവൻ അങ്ങനെ വളരട്ടെ, അവൻ സ്വാർത്ഥനല്ലാതെ വളരട്ടെ. മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാനുള്ള മനസ്സ്. എൻ്റെ ഒരു ബന്ധു ഒരിക്കൽ ഒരു വീട്ടിൽ കൊച്ചിലേം കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ട്, ഒരു പാവപ്പെട്ട വീട്ടിലാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവൻ ചോദിച്ചു, ആൻറ്റി ബിസ്ക്കറ്റ് ഉണ്ടോ, എനിക്ക് വിശക്കുന്നു. അപ്പോൾ ഇവൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം. അവർ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു. ടൈഗർ ബിസ്ക്കറ്റ്, ടൈഗർ എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഇവിടെ, അല്ലേ? ടൈഗർ ബിസ്ക്കറ്റ് അത്ര എന്തോ ഗ്ലൂക്കോസ് ക്വാളിറ്റി, ഒരു നോർമൽ ബിസ്ക്കറ്റ്. ഇവനിത് മുഴുവൻ അവിടെ ഇരുന്ന് അങ്ങ് തിന്ന് വീട്ടിൽ വന്നപ്പോൾ ഈ ചെറുക്കനോട്, വലിയ കാശുകാരാ, പറഞ്ഞു, ക്വാളിറ്റി സ്ട്രീറ്റ് ഇവിടെ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, നോക്കുകയല്ല അവൻ. അവിടെ ചെന്നപ്പോൾ ടൈഗർ ബിസ്ക്കറ്റ് എടുത്ത് തിന്നിരിക്കുന്നു. അപ്പം ഞാനിവരോട് ചോദിച്ചു, ആ വീട്ടിലെ കൊച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമോ? ഞാൻ എന്തോ വേണമെങ്കിലും കൊടുക്കും. ഞാൻ പറഞ്ഞു, കൊടുക്കണ്ട. കാര്യം, സ്വീകരിക്കാൻ മനസ്സില്ലാത്തവന് ദാനം ചെയ്യുവാനുള്ള അവകാശമില്ല. സ്വീകരിക്കാൻ മനസ്സില്ലാത്തവന് ദാനം ചെയ്യാനുള്ള അവകാശം ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ഈ ലൗകികമായ സ്വാർത്ഥതയുടെയും ഇൻഡിപെൻഡൻസിൻ്റെയും പിശാചിൻ്റെ തന്ത്രമാണിത്. ആരോടും ഒന്നും സ്വീകരിക്കരുതെന്ന് പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വീടുകളിലൊക്കെ പിള്ളേരെ പറഞ്ഞു വിടുവായിരുന്നല്ലേ? പിള്ളേർ അവധിക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകും. എന്ന് പറയുന്നത്, എങ്ങും പോകണ്ട, നീ ഇവിടെ തന്നെ, വേറെ എങ്ങും പോകണ്ട. അതുകൊണ്ടെന്താ പറ്റുന്നത്? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങത്തില്ല. ഇവൻ ഞങ്ങൾ ഉപദേശമാരൊക്കെ ചെല്ലുമ്പോൾ നമ്മളെല്ലാം കാണുന്നത് ഒരെണ്ണം കഥകളെ കാണുമെന്ന് മുട്ടിക്കഴിഞ്ഞാലുള്ള അവൻ്റെ ഒരു ചോദ്യമുണ്ട്, ഹു ഇസ് ദാറ്റ്? അലച്ചോളിങ്ങോട്ട് വരും. കഥ പറഞ്ഞു, ഓ അങ്കിൾ സിറ്റ് ഡൗൺ, ഐ വിൽ കോൾ ഡാഡി, ഓക്കെ എന്ന് പറഞ്ഞ ഒറ്റ മുങ്ങ. പിന്നെ അവനെ ജന്മം ചെയ്ത് കാണാൻ പറ്റില്ല. കാര്യം അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഇല്ലേ? ഇനി ഞങ്ങളെങ്ങാനും ഉപദേശമാർ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ, ഇപ്പം സന്ധ്യ വല്ലതും ആണെങ്കിൽ കഴിഞ്ഞാൽ, ചെറുക്കൻ അവളെങ്ങാനും വന്ന് ഇതെല്ലാം കേൾക്കാൻ വന്ന ഉടനെ തന്നെ അപ്പൻ പറയും, മോനെ പരീക്ഷയല്ലേടാ, പരീക്ഷ മാർച്ചിലാണ്, ഇപ്പം ഡിസംബർ ആയതേ ഉള്ളൂ, പരീക്ഷയല്ലേടാ, പോയിരുന്ന് പഠിക്കടാ, പാസ്റ്റങ്ങൾ പെട്ടെന്ന് അങ്ങ് പൊക്കോളും, പിന്നെ നമ്മളെങ്ങനെ അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തിനാ ഈ സന്ധ്യ ആയപ്പോൾ വലിഞ്ഞു കയറി വന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ഭാഷയല്ല, അത് വേറെ ഒന്നുമില്ല. ഇനി അവൾക്ക് വേണ്ട, അവൾക്ക് പാസ്റ്റർ വരണ്ട, ആരും വരണ്ട, ഇൻഡിപെൻഡൻറ്റ് പഠിപ്പിച്ചോ. കുറച്ച് കഴിയുമ്പോൾ കാണാം മുകളിലത്തെ നിലയിലൂടെ ചെറുക്കൻ കയറി പോകുന്ന കാണാം. ഞാൻ ഒത്തിരി പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പോകുന്നതാണ്. ഒറ്റ ഒരുത്തൻ ആപ്പനും ഹൈ ഡാഡ്, ബൈ ഡാഡ്, ഇതാണ് 2 വാക്ക് ഒരു ദിവസം. അപ്പനോട് അവൻ സംസാരിക്കുന്ന 2 വാക്കാണ്. ഇറങ്ങി വരുമ്പോൾ അപ്പൻ അവിടെ കാണാൻ ഇരിപ്പുണ്ടെങ്കിലും ഹൈ ഡാഡ്, പോകാൻ നേരം ബൈ ഡാഡ്, ഫിനിഷ്. അവൻ താഴത്തെ നിലയോട്ട് ഇറങ്ങി വരത്തേയില്ല. സി, അനുഭവിച്ചോ? ഇങ്ങനെ പഠിപ്പിച്ചതാ, വേറെ ഒരു വാക്ക് പോലും ഇല്ല. ഐ എം നോട്ട് ജോക്കിങ്. നമ്മൾ തമാശയ്ക്കൊക്കെ തോന്നിയാലും ഇതൊക്കെ പണ്ടൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലും നടക്കുകയാണ്. എൻ്റെ ഫ്രണ്ടുകളുടെ ഒരു വീട് പുറത്ത്, ഒരു നല്ല ധനികനായ ഒരുത്തനാണ്. അവനൊരു വീട് പണിതിട്ട് അവൻ പറഞ്ഞു, ഞാൻ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങേ പണിയത്തുള്ളൂ. ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ഇല്ലെങ്കിൽ ചെറുക്കൻ മോളിൽ കയറി ഇരുന്നിട്ട്, എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ വേണ്ട, എൻ്റെ വീട്ടിൽ ചെറുക്കൻ എന്ത് ചെയ്യണം, താഴെ തന്നെ താമസിച്ച് എൻ്റെ കൂടെ താമസിച്ചാൽ മതി, അവൻ എന്നെ കാണാതെ മോളിൽ പോയിരുന്ന് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ വളരട്ടെ. ഇൻഡിപെൻഡൻസ്. ഇന്നത്തെ പിള്ളേർക്ക് ഇൻഡിപെൻഡൻസാണ് വേണ്ടത്. ആരും ഇടപെടാനായിട്ട് ആവശ്യപ്പെടുന്നില്ല, അവരാഗ്രഹിക്കുന്നില്ല. റൈറ്റ്? ഞാൻ പറയുന്നതൊക്കെ സത്യമല്ല, ഇത് പ്രായോഗികമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ വേദോസ്തത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചു വേണമല്ലോ പറയാൻ. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദാറ്റ് ഈസ് എ സിൻ. ആ സിൻ ആരാ കൊണ്ടുവന്നത്? പിശാച് കൊണ്ടുവന്ന ഒരു വലിയ തന്ത്രമാണ് ബീയിങ് ഇൻഡിപെൻഡൻറ്റ്. അത് ബിബ്ലിക്കലല്ല. വേദപുസ്തക പ്രകാരം നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കണം, ഒരുമിച്ച് സംസാരിക്കണം, ഒരുമിച്ച് ഇടപഴകണം.
ആർക്കും ഒരു ഇൻഡിപെൻഡൻ്റ് ലോകം ഉണ്ടാകാൻ പാടില്ല. ദൈവ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരിക്കണം നമ്മൾ. പണ്ട് സഭകളിലൊക്കെ ആൾ കൂടിയത് എന്തുകൊണ്ടാണ്? വലിയ തിയോളജി ഒന്നും പഠിച്ചിട്ടുമല്ല, വലിയ വർഷിപ്പൊക്കെ അവിടെ ഇവിടെ ലൈറ്റൊക്കെ മിന്നിച്ച് പാട്ട് പാടിയത് കൊണ്ടോ ക്രിസ്ത്യൻ റോക്ക് പാടിയത് കൊണ്ടോ ഒന്നും അല്ല ആൾക്കാർ വന്നതെന്നറിയാമോ? കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അവരെ സഹായിക്കും. എൻ്റേതെന്നും നിൻ്റേതെന്നുള്ള വ്യത്യാസം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ആ ലോകത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ പിതാവേ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ ഒറ്റയ്ക്ക് റൂമിലേക്ക് കയറിയാലും എൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഞാൻ കയറുമ്പോൾ ഞാൻ എൻ്റെ പിതാവേ എന്നല്ല, ഞങ്ങളുടെ പിതാവേ. എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ഉണ്ടായിരിക്കില്ല, പക്ഷേ എൻ്റെ മൂഡ് അതാണ്. ഞാൻ ഒറ്റയല്ല ആണെന്നുള്ളൊരു ചിന്ത എനിക്കില്ല. എനിക്കറിയാം, ദൈവത്തിൻ്റെ ഭവനത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി അവന് ബന്ധമുള്ളത് അവൻ്റെ പിതാവിനോട് മാത്രമല്ല, അവൻ്റെ സഹോദരങ്ങളോടുമാണ്. കാര്യം അവരും ആരിൽ നിന്ന് ജനിച്ചവരാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അത് മനസ്സിലാക്കണം. എൻ്റെ സഹോദരങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ പറഞ്ഞല്ലോ, എൻ്റെ പിള്ളേർക്ക് അപ്പനോട് മാത്രമല്ലല്ലോ ബന്ധം, അവരുടെ സഹോദരങ്ങൾ അന്യോന്യമുള്ള ബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. അവരെന്നെ സ്നേഹിക്കുന്നത് പോലെ അവരുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതേപോലെയുള്ള ഒരു റിലേഷൻ ദൈവസഭയിലുണ്ടാകണം. ദൈവസഭ എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്. ഇറ്റ്സ് എ ഫാമിലി. ആരാണ് പിതാവ്? ദൈവമാണ് നമ്മുടെ പിതാവ്. നമ്മളെല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളാണ്, അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ് സഭയെക്കുറിച്ച് പറയുന്നത്, അല്ലേ? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഒരു ബോഡിയിൽ ഈ കൈയും കാലും എല്ലാം ഈ തലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കുക. ഒരു കൈക്ക് ഒരു ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റേ കൈ സഹായിക്കും, ഇല്ലേ? സഹായിക്കും. നമ്മുടെ അവയവങ്ങൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് അല്ല. നമ്മുടെ ശരീരത്തിൽ ഒറ്റ ഒരു അവയവം പോലും ഇൻഡിപെൻഡൻ്റ് അല്ല. എല്ലാ അവയവങ്ങളും ഡിപ്പെൻഡൻ്റ് ആണ്. ഇതുപോലെയാണ് ദൈവസഭയിൽ. അപ്പോഴാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, അങ്ങനെ വിളിക്കാൻ കഴിയുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, പ്രയർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സംസർഗത്തിൽ ദൈവത്തിൽ നിന്ന് ജീവശ്വാസം നമ്മിലേക്ക് ഒഴുകി വരികയാണ്. കാര്യം നമ്മൾ കണക്റ്റഡാണ്. വിശ്വാസത്താൽ നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റഡാണ്. നമുക്ക് ആക്സസ് ഉണ്ട്. അവനിൽ നിന്ന് ജീവൻ നമ്മളിലേക്ക് ഒഴുകുന്നു. ഞാനിപ്പോൾ മകനാണ്, എനിക്ക് പിതാവിനെ അറിയാം. എൻ്റെ പിതാവിൻ്റെ ജീവൻ എന്നിലേക്ക് ഒഴുകുന്നു. എൻ്റെ പിതാവ് സ്വർഗസ്ഥനാണ്, അവൻ്റെ വിശുദ്ധി എന്നിലേക്ക് ഒഴുകുന്നു. എൻ്റെ പിതാവ് സ്വർഗസ്ഥനായതുകൊണ്ട് എൻ്റെ ചിന്തകൾ ഇപ്പോൾ സ്വർഗീയമായ, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു നിർത്തിയത് അതാണ്. എൻ്റെ ചിന്തകൾ കാര്യം എൻ്റെ പിതാവാരാ? സ്വർഗസ്ഥനായ പിതാവാണ്. സ്വർഗസ്ഥനായ പിതാവായതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് തന്നെ സ്വർഗീയമായിട്ടാണ്. എനിക്ക് ഭൂമിയിലെ കാര്യങ്ങളൊന്നും ചിന്തിച്ചൊന്നിരിക്കാനൊന്നും നേരമൊന്നുമില്ല. അതിനെനിക്ക് ആവശ്യമില്ല. കാര്യം ഞാൻ ഈ ലോകത്തിൻ്റെ മകനല്ല, ഞാൻ ലൗകികനല്ല, ഞാൻ സ്വർഗീയനാണ്. ബിക്കോസ് ഐ ആം ബോൺ ഓഫ് എ ഹെവൻലി ഫാദർ. അതുകൊണ്ടാണ് ഞാൻ ഉയരത്തിൽ, പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്, ഇനി നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. വായ് ഇതെന്തുകൊണ്ട് നമുക്ക് നടക്കുന്നില്ല? എന്തുകൊണ്ട് സഭയിൽ തന്നെ ലൗകികമായത് ചിന്തിക്കുന്നു? സഭയിൽ പോലും, നമ്മുടെ സഭകളിൽ, ഇന്നത്തെ സഭകളിൽ സ്വർഗീയമായത് എന്താ ചിന്തിക്കുന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ വന്നിരിക്കുമ്പോൾ മുതൽ പോകുന്നത് വരെ ലൗകികമായ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതും ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി, സംസാരിക്കുന്നതും ലൗകികമായ കാര്യങ്ങൾ. രണ്ട് വിശ്വാസികൾ തമ്മിൽ കൂടിയാൽ സ്വർഗീയമായ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്? വി ആർ ടോക്കിംഗ് വേൾഡ്ലി തിങ്സ്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അവർ ലൗകികരായതുകൊണ്ട് ലൗകികമായത് സംസാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. എന്തുകൊണ്ട് നമ്മൾ ലൗകികമായ കാര്യങ്ങൾ സംസാരിക്കുന്നു? കാര്യം നമ്മൾ ലൗകികരായതുകൊണ്ടാണ്. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതല്ല, സ്വർഗീയരാകുവാൻ. അത് നടക്കണമെങ്കിൽ ഈ കണക്ഷൻ ഉണ്ടാകണം. കണക്ഷൻ ഉണ്ടായിട്ട് എന്താണ്? എന്നിലേക്ക് ആ എനിക്കിപ്പോൾ വേറെ ചിന്തകളില്ല, ഞാൻ ഭൂമിയിൽ അന്യനും പരദേശിയുമാണ് എന്നെണ്ണിക്കൊണ്ട് അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരുടെ മനസ്സ് മുഴുവൻ സ്വർഗീയമായതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്, അടിസ്ഥാനങ്ങളുള്ളതായ ഒരു പട്ടണത്തെക്കുറിച്ച്. അവർ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പറഞ്ഞു, ആഫ്റ്റർ ഓൾ
we are going to live only for some time here. We are living in tents. അബ്രഹാം കൊച്ചു പാർട്ടിയൊന്നും അല്ലായിരുന്നു. 318 അഭ്യാസികൾ വീട്ടിലുണ്ടായിരിക്കണമെങ്കിൽ അവൻ കൊച്ചു പാർട്ടിയൊന്നുമല്ല. പക്ഷേ അവൻ താമസിച്ചത് കൂടാരത്തിലാണ്. എന്തുകൊണ്ടാണ് കൂടാരത്തിൽ? വീടിൻ്റെ വലിപ്പമല്ല അവിടുത്തെ വിഷയം. അവൻ പറഞ്ഞു, എപ്പോഴാണ് ഇത് മാറ്റി അടിക്കാൻ കർത്താവ് പറയുന്നതെന്ന് അറിയത്തില്ല, എന്തിനാണ് ആ വലുതൊക്കെ പണിത് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അവൻ ഇത് മാറ്റിയടിക്കാൻ തയ്യാറായി കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ ഒരിക്കലും പെർമനൻ്റ് ആകാനോ സെറ്റിൽഡ് ആകാനോ ആഗ്രഹിച്ചില്ല. ഇന്നത്തെ ഏറ്റവും വലിയ ടെൻഡൻസി സെറ്റിൽഡ് ആകാനാണ്. അത് തന്നെ ബിബ്ലിക്കലല്ല. സെറ്റിൽഡ് ആകാം. വീട് പണിയെടുത്തെന്ന് ഞാൻ പറയുന്നില്ല. വീട് പണിയെടുത്തെന്നോ നാളെ ടിൻ ഷീറ്റ് അടിച്ച് കിടക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിൽ നമുക്ക് സെറ്റിൽഡ് ആകാനുള്ള ഒരു മോഹമുണ്ടോ? ഉണ്ട്. അതാണ് ഇതിനകത്തെ പ്രശ്നം. അതിനാണ് പ്രാർത്ഥിക്കുന്നത്, സെറ്റിൽഡ് ആകാനായിട്ട്. അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ള പട്ടണത്തിന് വേണ്ടി നോക്കി പാർത്തു. അവിടെ പറഞ്ഞിരിക്കുന്നത് വാഗ്ദത്തത്തിന്, അബ്രഹാം എന്ത് ചെയ്തു? വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ. അപ്പം വാഗ്ദത്തത്തിന് കൂട്ടവകാശികളാണ് ഇസഹാക്കും യാക്കോവും. യാക്കോവിനെ കൊച്ചു കളകനായിരിക്കും അന്ന്. എന്നിട്ട് അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? മോനെ, എന്നെ ദൈവം വിളിച്ചപ്പോൾ എന്തോ തരുമെന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഈ ദേശമൊക്കെ തരാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരമൊക്കെ ചിന്തിച്ച് കൊള്ളാമല്ലോ, പാലന്തേനും ഒരു ദേശമല്ലേ, കിടക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പം കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചതാ കുഞ്ഞേ. എന്താണ്? അടിസ്ഥാനങ്ങളുള്ളതായ ഒരു പട്ടണം. അത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ കണ്ണിങ്ങോട്ട് പോയിട്ടില്ല. കുഞ്ഞുങ്ങളെ, ഒരിക്കലും ഈ ദേശം നോക്കി നിങ്ങൾ ചിന്തിക്കല്ലേ. കാരണം എപ്പോഴും നിങ്ങളെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് എന്തായിരിക്കണം? അടിസ്ഥാനങ്ങളുള്ളതായ ദൈവം ശില്പിയായി നിർമ്മിച്ചതായ ഒരു പട്ടണം. ഇത് അബ്രഹാമിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ ഭൂമിയിലും അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചെന്നാണ് പറയുന്നത്. അതായത് ഈ ദേശം നിനക്ക് തരുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ട് അബ്രഹാമിൻ്റെ ജീവിതകാലത്ത് അവനത് കിട്ടിയില്ല. ഇസഹാക്കിൻ്റെ ജീവിതകാലത്ത് അവനത് കിട്ടിയില്ല. യാക്കോബിൻ്റെ ജീവിതകാലത്ത് അവനത് കിട്ടിയില്ല. വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ, നമ്മളാണെങ്കിൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ അവിശ്വാസത്തിൽ മരിച്ചേനെ. പക്ഷെ അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ വേറൊരു കാഴ്ച കണ്ടു. ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വന്നപ്പം, ചിലപ്പം രക്ഷിക്കപ്പെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കനാൻ നാട്ടിലേക്ക് അല്ലെങ്കിൽ കർത്താവ് വിളിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആദ്യം ഇത് കേട്ടപ്പോൾ ഒരു സുഖമൊക്കെ തോന്നി കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് തന്നെ പറഞ്ഞു, ഓ വേണ്ട കർത്താവേ, എന്തിനാ ഇവിടെ, വേറെ പണിയൊന്നും ഇല്ലയോ, ഏതാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുക, ഞങ്ങൾക്ക് അത് മതി. കാര്യം എന്നറിയാമോ? ജീവൻ ഒഴുകി, സ്വർഗീയമായ ജീവന് ഒഴുകി. സ്വർഗീയത ഒഴുകിക്കഴിഞ്ഞപ്പോൾ ഭൂമിയോടുള്ള മോഹമെല്ലാം പോയി, വസ്തുക്കളോടുള്ള മോഹമെല്ലാം പോയി, പണത്തോടുള്ള മോഹമെല്ലാം പോയി. വല്ലവിധേനയും സ്വർഗത്തിൽ പോയാൽ മതിയെന്നുള്ള ഒരു ചിന്തയുണ്ടായി. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയല്ലാതെ വേറെ ഒന്നുമില്ലാതെ ആയി. ഹല്ലേലൂയ. വെറുതെ കേൾക്കാൻ സുഖമുള്ളൊരു വാക്കായിട്ട് ചിന്തിക്കരുത്. നമുക്കൊരു വലിയ രൂപാന്തരം വേണം. വാഗ്ദത്തമല്ല വലുത്, വാഗ്ദത്തം നൽകിയവനാണ് വലുത്. വാഗ്ദത്തം, പ്രവാചകന്മാരൊക്കെ വന്ന്, ഞാനൊരു മീറ്റിങ്ങിന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പ്രവാചകൻ അവിടെ വന്നിട്ട്, ദൈവം നിനക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം എന്ന് പറഞ്ഞിട്ട് 10-15 പ്രാവശ്യം വാഗ്ദത്തം. എന്നിട്ട് ഓരോരുത്തരെയും തലയെ കൈവച്ചിട്ട് പറഞ്ഞു, 2013 ജനുവരി മാസത്തിൽ ദൈവം നിനക്കായി ഒരു വാഗ്ദത്തം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രവചനം. അവസാനം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, വാഗ്ദത്തത്തേക്കാൾ വലുതാണല്ലോ വാഗ്ദത്തം നൽകിയവൻ, അതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അല്ല എന്തോന്ന് വാഗ്ദത്തം? 2019 ജനുവരി മാസത്തിൽ നിനക്കൊരു നന്മ ഒരുക്കി, ഇപ്പം എന്നാ തിന്മയാണ് ഒരുക്കിയിരിക്കുന്നത്. വെറുതെ ഈ ഡേറ്റും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. നമുക്ക് ഇതിക്കുള്ള എന്തോ നന്മയാണ് വേണ്ടത്? നമുക്ക് കർത്താവിനെ തന്നു, കർത്താവിൻ്റെ ജീവൻ തന്നു, സ്വർഗം തന്നു. ഇതിക്കുള്ള എന്തോ നന്മയാണ് നമുക്ക് വേണ്ടത്? എന്തോ വേണ്ടത്? അതായത് ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. വേദവസം പറയുന്നത് മോഹിക്കരുതെന്നാണ്. ഇവർ വന്ന് നിങ്ങളെ ദുർമോഹികളാക്കുകയാണ്. വെറുതെ ഇല്ലാത്ത കാര്യമെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ദുർമോഹികളാക്കുകയാണ്. പെട്ടുപോകരുത്. കാര്യം ഇതിനപ്പുറത്താണ് എന്ത്? നിത്യത. ഞാൻ പറയട്ടെ, നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു അനുഭവം ഉണ്ടായാൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന
ആ റിലേഷനിൽ ദൈവത്തിൻ്റെ ജീവൻ എന്നിലേക്ക് ഒഴുകി വരികയാണെങ്കിൽ പിന്നെ അടുത്ത പ്രാർത്ഥന ഈസിയാണ്. കാരണം ഇപ്പം ഹൃദയത്തിൽ മുഴുവൻ എൻ്റെ കാര്യങ്ങളല്ല നിറഞ്ഞിരിക്കുന്ന ആരുടെ കാര്യമാണ്? ദൈവത്തിൻ്റെ കാര്യം. അതുകൊണ്ട് എനിക്ക് പിന്നെ എന്ത് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം ഭൂമിയിലെ പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. ഇതൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു പ്രയാസവും ഇല്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മനസ്സിൽ തിളച്ചു നിൽക്കുന്നത് ഇപ്പോഴത്തെ വീട് മാറ്റിയിട്ട് മറ്റൊരു വീടൂടെ പണിയുന്ന കാര്യമല്ല. ഇപ്പം ഹൃദയത്തിൽ തിളച്ചു നിൽക്കുന്ന എന്താണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ രാജ്യം. ഇതേ ഉള്ളു മനസ്സിൽ. കാര്യം അങ്ങ് ഒഴുകുക, സ്വർഗീയത അങ്ങ് ഒഴുകുകയാണ്. കർത്താവിൻ്റെ ജീവൻ എന്നിലേക്ക് അങ്ങ് ഒഴുകുകയാണ്. അപ്പോഴാണ് പറയുന്നത് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ഇപ്പം എൻ്റെ ഹൃദയം മുഴുവൻ കർത്താവിൻ്റെ നാമമാണ്, വേറെ ഒന്നുമില്ല. നിന്റെ നാമം, ദൈവത്തിൻ്റെ നാമം. നാമം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് നെയിം. യാഹ്വേ എന്നുള്ളൊരു പേരല്ല. നാമം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ബീയിങ്, അതിനെ എല്ലാം കൂടെ ചേർത്താണ്. യാക്കോബിനോട് കർത്താവ് ചോദിച്ചു, നിന്റെ പേര് എന്ത്? പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പേരറിയാൻ വയ്യാഞ്ഞിട്ടല്ല. കർത്താവ് പറയുക, എടാ നിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുന്നത്. അവൻ പറഞ്ഞു ഞാൻ യാക്കോബ. അപ്പനോട് പറഞ്ഞ യേശാവാന്ന്. ദൈവത്തോട് അവൻ പറഞ്ഞു ഞാൻ യാക്കോബ. എന്താ? ഞാൻ ഉപായിയാണെന്ന് അവൻ സമ്മതിച്ചു. നാമം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ സങ്കീർത്തനം 9:10 വായിക്കുമ്പോഴത്തേക്ക് നിന്റെ നാമം അറിയുന്നവർ നിന്നെ ഘോഷിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, മഹത്വീകരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക്, നാമം എന്ന് പറയുന്നത് യഹോവ എന്നുള്ള പേര് കേൾക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നീ എനിക്ക് തന്നവർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ദൈവത്തിൻ്റെ പേര് യഹോവയാണെന്ന് പറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം എങ്ങനെയുള്ളവനാണെന്നുള്ളത് ശിഷ്യന്മാർക്ക് യേശു കർത്താവ് 3.5 വർഷം കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ ക്യാരക്ടർ, അതാണ് നാമം. ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബീയിങ്, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം. നിന്റെ നാമം എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഹോളി ഹോളി എന്ന് പറഞ്ഞാൽ ഉടനെ ദൈവത്തിൻ്റെ നാമത്തിന്, അല്ലെ പിന്നെ ദൈവത്തിൻ്റെ നാമത്തിന് എന്തെങ്കിലും കുറവുണ്ടായിട്ട് നമ്മൾ കയറി വിശുദ്ധീകരിക്കേണ്ട കാര്യം അതല്ല അതിൻ്റെ അർത്ഥം. വിശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബി സെപ്പറേറ്റഡ് ഓർ ബി യുണീക്ക്. അത് വ്യത്യസ്തമാകുക. വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിക്രേറ്റ് അല്ലെങ്കിൽ മാറ്റിവെക്കുക, അതായത് മറ്റൊന്നിനോട് യോജിക്കാതെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അവിടെ പറയുന്നത്. അതാണ് ശരിക്കും വിശുദ്ധി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലായിക്കോട്ടെ, നമ്മുടെ ഭാഷയിൽ ഓരോന്നിനും ഈ ഓപ്പോസിറ്റ് ടേംസ് പറയുമല്ലോ, വിപരീത പദങ്ങൾ. ഇപ്പം വിശുദ്ധി, അതിൻ്റെ വിപരീത പദം എന്താണ്? അശുദ്ധി. പക്ഷേ വേദപുസ്തക പ്രകാരം വിശുദ്ധിയുടെ വിപരീത പദം അശുദ്ധി ആകണമെന്നില്ല. വേദപുസ്തക പ്രകാരം വിശുദ്ധിയുടെ എതിർപദം എന്ന് പറയുന്നത് സാമാന്യം എന്നാണ്. ദാറ്റ്സ് ഓൾ. അതായത് സാമാന്യമായത് വിശുദ്ധം എന്ന് മാറ്റിവെക്കാൻ പറ്റില്ല. വിശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായതിൽ നിന്നുള്ള സെപ്പറേഷനാണ്. ഇപ്പോൾ ഒരു പ്രവാചകനോട് പറയുകയാണ്, ഞാൻ നിന്നെ ജലമയോട് പറയുകയാണ്, ഐ ഹാവ് കോൺസിക്രേറ്റഡ് യു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസിക്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സ്വാഭാവികമായി മറ്റ് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ സാമാന്യതയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന യുണീക്കായിട്ടുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യുണീക്കാണ്. അതായത് അതിനോട് തുല്യമായിട്ട് വേറെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് എന്ത്? വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആ യുണീക്നെസ്, ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ദൈവം ഗാഡ് ഈസ് എബവ് എവറിത്തിങ് എൽസ്, എവറിബഡി എൽസ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്, ഉയർന്നു നിൽക്കുന്നവനാണ് ദൈവം. അതങ്ങനെ തന്നെ ആയിരിക്കണം. അതാണ് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറയുമ്പോൾ ആ യുണീക്നെസ് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 43-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ, കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവിൻ,
ജാതികൾ, സകല ജാതികളും ഒന്നിച്ചു കൂടട്ടെ, വംശങ്ങൾ ചേർന്ന് വരട്ടെ. അവരിൽ ആർ ഇത് പ്രസ്താവിക്കുകയും പണ്ട് പ്രസ്താവിച്ചത് കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു. അവർ നീതീകരിക്കപ്പെടേണ്ടതിന് സാക്ഷികളെ കൊണ്ടുവരട്ടെ. അവർ കേട്ടിട്ട് സത്യമെന്ന് പറയട്ടെ. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്ന യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാവുകയുമില്ല. കർത്താവ് പറഞ്ഞതാണ്, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് അവരോട് ചോദിക്കുക, ഏതെങ്കിലും ഒരു ദൈവം അവരുടെ ജീവിതത്തിൽ, ആ ജനതയുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർ സാക്ഷ്യം കൊണ്ടുവരട്ടെ. ഞാൻ യുണീക്കാണെന്നതിനുള്ള സാക്ഷി അത് നിങ്ങളാണ്. എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചതുപോലെ ഒരു ദൈവവും, അങ്ങനെ വേറെ ദൈവമൊന്നുമില്ല, ഒരു ജനതയുടെയും ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. അതാണ് യുണീക്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. സി, ആ യുണീക്നെസ്, അതാണ് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുള്ള ഒരു വലിയൊരു മണ്ടത്തരമുണ്ട്. അത് നമ്മൾ പറയുന്നത്, മോനെ നീ നിൻ്റെ ദൈവത്തെയൊക്കെ വിളിച്ചിട്ട് വല്ല ഗുണം ഉണ്ടായോടാ, നീ ഈ ദൈവത്തെ ഒന്ന് വിളിച്ച് നോക്കടാ, ഏതാണെങ്കിലും നിൻ്റെ ദൈവത്തെക്കാളും നല്ല ദൈവമാണ് ഞങ്ങളുടെ ദൈവം. അവർ ഗാഡ് ഈസ് എ ബെറ്റർ ഗാഡ്. നോ, അങ്ങനെ പറയരുത്. അവർ ഗാഡ് ഈസ് നോട്ട് എ ബെറ്റർ ഗാഡ്, അവർ ഗാഡ് ഈസ് ദി ഓൺലി ഗാഡ്. നമ്മുടെ ദൈവം മെച്ചപ്പെട്ട ഒരു ദൈവമല്ല, നമ്മുടെ ദൈവം ഏക ദൈവമാണ്. ദി ഓൺലി ഗാഡ്, ഓൺലി ഗാഡ്. ആ യുണീക്നെസ് നമ്മൾ മനസ്സിലാക്കണം, അത് പഠിപ്പിക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുണീക്നെസ് പറഞ്ഞില്ലെങ്കിൽ ഒരു പീഡനവും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. യുണീക്നെസ് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ്, ഞാൻ അല്ലാതെ ഒരു ദൈവം ഇല്ലെന്ന് പറയുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അല്ലേ, ഒരു പ്രശ്നമില്ല. 33 ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഇരുത്താൻ നമ്മൾ യേശുവിനെ കൂടെ കൊടുത്താൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്, ആർക്കും ഒരു പ്രശ്നമില്ല. യേശു മാത്രമേ ഉള്ളൂ ദൈവം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എല്ലാവരും ചോദിക്കുന്ന, ഇപ്പം ഞാൻ പുറത്തുള്ള സെക്യുലർ ഫീൽഡിൽ തന്നെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ യു ആർ ടെല്ലിങ് ഓൺലി അബൌട്ട് ജീസസ്, വൈ കാൻറ്റ് യു ജസ്റ്റ് സേ ദാറ്റ് ദെർ ആർ മെനി ഗോഡ്സ്? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്, എന്തിനാണ് ഈ യേശു മാത്രം ദൈവം എന്ന് പറയുന്നത്, യേശു മാത്രം രക്ഷകൻ എന്ന് പറയുന്നത്? ഒരിക്കൽ കൈരളി പീപ്പിൾ ടി വിയിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇതേപോലെ തന്നെ അവരൊരു ചോദ്യം ചോദിച്ചത്, എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആളുകൾ ചോദിച്ചതാണ്, വൈ യു പീപ്പിൾ, എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈ സുവിശേഷകർ എന്ന് പറയുന്ന പാർട്ടികളെല്ലാം കൂടെ പറയുന്ന ഇത്രയും വഴക്കുണ്ടാകുന്നതിൻ്റെയൊക്കെ കാരണം എന്തുവാ? നിങ്ങളെല്ലാവരും ചെന്ന് പറയുന്നു ആര് മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ ദൈവം ഉള്ളൂ എന്ന് പറയുന്നു. അതെന്തിനാ പറയുന്നത്? യേശു ദൈവമാണ് നിങ്ങളെന്ന് പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ലല്ലോ. പക്ഷേ യേശു മാത്രമേ ഉള്ളൂ എന്ന് എന്തിനാ ഈ പറയുന്നത്? അങ്ങനെ പറയുന്നത് ശരിയാണോ? എല്ലാം ദൈവമാണെന്ന് അങ്ങ് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സത്യമല്ല പറയാൻ പറ്റുള്ളൂ. ഇവർ വല്ലാതെ പെട്ടെന്ന് ടി വിയിലൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഉരുളയ്ക്ക് ഇതുപോലെയാണ് ചോദ്യങ്ങളൊക്കെ. അപ്പോൾ അവർ ചോദിച്ച്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഈ എക്സ്ക്ലൂസീവിസം പറയുന്നത്, അല്ലെങ്കിൽ അത് പറയുന്നത് രക്ഷയ്ക്കായിട്ട് ഇത് മാത്രമേ ഉള്ളൂ മാർഗം എന്ന് പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞു, ഈ എക്സ്ക്ലൂസീവിസം എന്ന് പറയുന്നത് പ്രകൃതിയിൽ എല്ലായിടത്തും നമ്മൾ കാണുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ വാചകതാണ്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു, ടേക്ക് ദ കേസ് ഓഫ് ഓക്സിജൻ. ഈ അന്തരീക്ഷത്തിൽ എത്രയോ ഗ്യാസസ് ഉണ്ട്, ഹീലിയം ഉണ്ട്, മീഥൈലുണ്ട്, എന്തെല്ലാം ഗ്യാസസ് ഉണ്ട്. പക്ഷേ പ്രാണവായു ഒന്നേ ഉള്ളൂ, എന്താണ്? ഓക്സിജൻ. അപ്പം ഞാൻ പറയുകയാണ്, പ്രാണവായു ഓക്സിജൻ മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവർ പറഞ്ഞത്, യു ആർ ബിക്കമിങ് ഫെനാറ്റിക് വെൻ യു സേ ജീസസ് ഈസ് ദി ഓൺലി ഗോഡ്. യേശു മാത്രമാണ് ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മത തീവ്രവാദിയാവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓക്സിജൻ മാത്രമാണ് പ്രാണവായു എന്ന് പറഞ്ഞാൽ ഞാൻ തീവ്രവാദിയാകുമോ? ഞാൻ അവരോട് ചോദിച്ച ചോദ്യമാണ്, ടി വിയിൽ വന്ന കാര്യമാണ്. ഓക്സിജൻ മാത്രമാണ് പ്രാണവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുമോ ഇവനൊരു തീവ്രവാദി? കണ്ടോ, ഇത്രയും ഗ്യാസസ് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ട് അവൻ ഓക്സിജൻ മാത്രമാണ് പ്രാണവായു എന്ന് അവൻ പറയുന്ന കേട്ടില്ലേ എന്ന് പറയുമോ? ഇല്ലല്ലോ. ഇനി ഒരാൾ പറയുകയാണെന്ന് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നില്ല, മീഥയിൽ ശ്വസിച്ചാലും ഞാൻ ജീവിക്കുമെന്ന് വിശ്വസിച്ചോണ്ട് ഇവൻ മീഥയിൽ ശ്വസിച്ചല്ല കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച ഞാൻ എന്തോ ചെയ്യും? ആള് ചത്തുപോകും.
അത് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ഇതൊന്നും ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ മതതീവ്രവാദമൊന്നും അല്ല. രക്ഷപ്പെടാം. ഞാൻ ശ്വസിക്കുന്ന പ്രാണവായു എൻ്റെ സഹോദരനും കൂടെ ശ്വസിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ പറയുന്നത്. യേശു മാത്രമേ ഉള്ളൂ രക്ഷകനെന്ന്, അല്ലാതെ വേറെ ഒന്നുമില്ല. See, that is a fact. അവൻ്റെ യുണീക്നെസ് പ്രസംഗിക്കുമ്പോൾ മാത്രമായി പീഡനം ഉണ്ടാകുന്നത്. അല്ലാതെ എന്താണ് പ്രശ്നം? അത് പ്രസംഗിച്ചില്ലേ ഒരു കുഴപ്പമില്ല. ഒറീസയിൽ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ചർച്ചസൊക്കെ ഞാനിവിടെ താമസിച്ചിട്ടുണ്ട്, ഈ കന്തമാലിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പം ഞാനന്ന് മധ്യപ്രദേശിലുണ്ടായിരുന്നപ്പോൾ മധ്യപ്രദേശിലെ അവിടുത്തെ ഒരു നോമിനൽ ക്രിസ്ത്യൻ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു അംഗങ്ങളുണ്ട്, ഭരണവാസങ്ങൾ എന്ന് പറഞ്ഞു, സാറേ ഭയങ്കര പ്രശ്നം ഉണ്ടാകാൻ പോകുകയാ, അവർ ഒറീസ കഴിഞ്ഞ് ഇങ്ങോട്ടും വരും, നമ്മളെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ഭരണവാസങ്ങൾ ഇവനോട് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, അവർ നമ്മളെ ഒന്നും ചെയ്യത്തില്ല, നിന്നെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ചോദിച്ചാൽ അതെന്താ, നീ ക്രിസ്ത്യാനിയാന്ന് പോലും അവർക്ക് അറിയത്തില്ലല്ലോടാ, പിന്നെ അവരെന്തിനാ നിന്നെ കൊല്ലുന്നത്? നീ ഇന്ന് വരെ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? നിന്നെ ഒന്നും അവർ കൊല്ലത്തൊന്നുമില്ല. കാര്യം നിന്നോട് അവർക്ക് ഒരു വിരോധമില്ല, ഒരു പ്രശ്നമില്ല. എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്? യേശു മാത്രം ദൈവമാണെന്ന് പറയുമ്പോഴാണ്. പക്ഷെ അതാണ് ഫാക്റ്റ്. അതുകൊണ്ടാണ് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. യേശുവിൻ്റെ പേര് എല്ലാത്തിൻ്റെയും കൂടെയിട്ട് കുഴയ്ക്കാനുള്ളതല്ല. പ്രിയമുള്ളവരെ, ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ മതത്തിലെയും ആളുകൾ നല്ല സ്നേഹിതരുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് എല്ലാവരും നല്ല സ്നേഹിതരായിരിക്കണം. എല്ലാ മതത്തിലും നല്ല ആളുകളുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എല്ലാ മതത്തിലും രക്ഷകനില്ല. അത് യേശു മാത്രമാണ്. അതെനിക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ. ദാറ്റ്സ് എ ഫാക്റ്റ്. അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്താ ജീവിക്കുന്നത്? അത് പറയാനാണ് ഈ ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്നത്. അതുകൊണ്ട് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറയുമ്പോൾ ആ യുണീക്നെസ് നമ്മൾ കണ്ടെങ്കിലേ പറ്റുള്ളൂ. ഗാഡ് ഈസ് ദി ഓൺലി ഗാഡ്. അവിടെ പറയുന്ന കാര്യം ഇതാണ്, കർത്താവേ, പിതാവേ, നിന്റെ നാമം, അതിൻ്റെ യുണീക്നെസ് ഞാൻ അറിയണം, എല്ലാവരും അറിയണം. ഇവിടെ അത് ഞാൻ അറിയണം. ഈ യുണീക്നെസ് നമ്മുടെ വിശ്വാസികൾ അറിയണം. നമ്മുടെ വിശ്വാസികൾ അറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയില്ല യേശു മാത്രം രക്ഷകനാണെന്ന്. നമ്മൾ അതുപോലും പഠിപ്പിക്കുന്നില്ല. ഒരു സെക്യുലർ വേൾഡ് എന്നൊന്നും പറയണ്ട, റിലീജിയസ്ലി കറപ്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം ഒന്നാണെന്ന് പറയുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഹാർവസ്റ്റ് ടി വിയിൽ ഞങ്ങളുടെ പാസ്റ്റർ സാമും ഞാനും അജിത് കുമാറും ഞങ്ങൾ ഒരുമിച്ച് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇതാണ്, സമൂഹത്തിൽ ഇന്ന് ഈ യുണീക്നെസ്സിനെ കുറിച്ചോ തെറ്റെന്നുള്ള കാര്യം ഒന്നുമില്ല. ഒരു തെറ്റും എന്ത് തെറ്റും ആളുകൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. തെറ്റെന്ന് പറഞ്ഞൊരു കാര്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഹോമോസെക്ഷുവാലിറ്റി ഈസ് നോ മോർ എ സിൻ. ലോയ്ക്ക് പോലും അത് വിഷയമല്ല. പിന്നെ വന്ന് എന്താ പിന്നെ തെറ്റെന്ന് പറയാൻ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജ്. മദ്യപാനം ഒരു തെറ്റല്ലാതെ വന്നിരിക്കുക പല ആളുകൾക്ക്. എന്നോടൊരു പെന്തിക്കോസുകാരൻ ഒരു ദിവസം പറയുക, അച്ഛൻ ചുമ്മാ എണീറ്റ് നിന്നാ ഉടനെ മദ്യപാനം എന്ന് പറഞ്ഞോളൂ. എന്തോ ഇത് കൂട്ടുകാർ കൂടുമ്പോൾ ഒരു പെക്കടിക്കുന്നു, എന്തോ മദ്യപാനമാണോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. 10 വർഷം മുമ്പോ 20 വർഷം മുമ്പോ ഒരു പെന്തിക്കോസുകാരൻ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം ഒന്നും തെറ്റല്ലാതെ വരുന്നതായ ഒരു സമൂഹം ഇല്ലേ? യുണീക്നെസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ആ യുണീക്നെസ്, ഞാനല്ലാതെ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകാതിരിക്കുക. അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. യെശയ്യാപ്രവചനത്തിൽ പറയുന്ന കാര്യം ഇതാണ്. 10-ാമത്തെ വാക്യത്തിൽ ജാതികളെ കൊണ്ടുവരട്ടെ, അവർ വിശ്വസിക്കട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികൾ. നമ്മൾ അറിയണം, നമ്മളത് അറിയിക്കണം. ആദ്യം നമ്മൾ അറിയണം, ഹൂ ഈസ് ഗാഡ്, ആരാണ് യഹോവ, ആരാണ് കർത്താവ്, ആരാണ് എൻ്റെ രക്ഷകൻ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ടീച്ചിങ് ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഈ കൾട്ട് ഗ്രൂപ്പുകൾക്കൊക്കെ ഇത്രയും കയറി വരാൻ, നമ്മുടെ സമൂഹത്തിലേക്ക് കയറി വരാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താ? മറ്റൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ ശരിയായിട്ടുള്ള ഉപദേശം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇതുപോലെയുള്ള കൾട്ട് ഗ്രൂപ്പുകൾക്ക് നമ്മുടെ ഇടയിലേക്ക് കയറാൻ കഴിയത്തില്ലായിരുന്നു.
അതുകൊണ്ടാണ് ചർച്ചസ് വളരെ കൃത്യമായിട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും, പുറത്തുള്ളവരകത്ത് വരണമെന്നുള്ളത് വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. പുറത്തുള്ളവരകത്ത് വരണം, പക്ഷെ അതിനേക്കാൾ വലിയ കാര്യമാണ് അകത്ത് വന്നവനങ്ങ് മോളിൽ ചെല്ലണം. അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആ യഹോവയുടെ യുണീക്നെസ് വെളിപ്പെടണം. ദൈവം ഏകനാണെന്നുള്ളത് ഞാൻ അറിയണം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അറിയണം. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആവർത്തന പുസ്തകം. ഞാൻ ആഫ്രിക്കയിലാണെങ്കിലും ഈ ഞങ്ങൾക്ക് നല്ല ചിൽഡ്രൻ മിനിസ്ട്രി ചെയ്യുന്ന, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിഷണറീസ് ഉണ്ട്, ചിൽഡ്രൻ സ്റ്റുഡൻസിനിടയ്ക്കുള്ള നല്ല മിനിസ്ട്രി ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. വീടുകളിലാണെങ്കിലും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ അവർ ചൊല്ലുന്ന ക്ഷേമ എന്ന് പറയുന്ന, അതായത് ഇസ്രായേലെ കേൾക്ക എന്ന് 4-ാം വാക്യം മുതൽ, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. കേൾക്ക എന്ന് പറയുന്ന ആ ഭാഗം എല്ലാ ദിവസവും യഹൂദ കുട്ടികൾ, അവരുടെ എബ്രായ കുട്ടികൾ അവരുടെ വീട്ടിൽ പറഞ്ഞ് ചൊല്ലുന്ന പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ക്ഷേമ എന്താണ്? ആദ്യം പറയുന്ന കാര്യം എന്നുള്ള യഹോവ നമ്മുടെ ദൈവമാകുന്നു എന്ന് തന്നെയല്ല, അവൻ മാത്രം നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പോൾ ക്ഷേമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണെന്ന് യഹോവ ദൈവമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനോട് ചേർന്ന് പറയുന്ന കാര്യമാണ് യഹോവ ഏകൻ തന്നെ. എന്താണ്? എൻ്റെ വീട്ടിൽ യഹോവയല്ലാതെ വേറെ ഒരു ദൈവം ഉണ്ടാവുകയില്ല. ഞാനിതിനെക്കുറിച്ച് പ്രസംഗിച്ച് പലപ്പോഴും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട്. ഇവൻ യഹോവ ഏകൻ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയും, യേസ് ഞങ്ങളുടെ വീട്ടിലല്ല യഹോവേ ഉള്ളത്, വേറെ ആരുമില്ല എന്ന് പറയുമായിരിക്കും. പക്ഷേ യഹോവ ഏകൻ തന്നെ എന്ന് പറയുമ്പോൾ വേറെ ഒരു ദൈവമില്ല എന്ന് പറയുമ്പോൾ എന്താണ് ദൈവം? അല്ലെങ്കിൽ ഒരാളുടെ ദൈവം ആരാണ്? ദൈവം എന്ന് പറയുമ്പോൾ ഇപ്പം കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. സേവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കനോട്ട് കൺസിഡർ ഗാഡ് ആൻഡ് മാമോൻ ഓർ മണി ടുഗെദർ. യു കനോട്ട് സെർവ് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ ദൈവമാക്കാൻ കഴിയില്ല എന്നാണ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ. അപ്പോൾ ദൈവം യജമാനനാണ്, അതിൻ്റെ കൂട്ടത്തിൽ പണത്തെ കൂടെ യജമാനനാക്കാൻ കഴിയില്ല. മിക്ക വീട്ടിലും പണമാണ് യജമാനൻ. കാര്യം നമ്മുടെ വീട്ടിൽ പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പണമാണ്. അപ്പോൾ അത് ആരാണ്? മാമോൻ എന്ന് പറയുന്നത് പേഴ്സണിഫൈ ചെയ്തിരിക്കുന്ന പണത്തിൻ്റെ ദൈവമാണ്. നമുക്കിവിടെ ലക്ഷ്മി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പണത്തിൻ്റെ ദൈവമാണ്. ഗ്രീക്ക് പുരാണങ്ങളിലെല്ലാം ഓരോന്നിനും ഓരോ ദൈവമുണ്ട്. ശക്തിയുടെ ദൈവമാണ് അപ്പോളോ, സൗന്ദര്യത്തിൻ്റെ ദൈവമാണ് വീനസ്, പഠിത്തത്തിൻ്റെ ദൈവമുണ്ട്, നമുക്ക് ഇന്ത്യയിലുമുണ്ട് സരസ്വതി, ഇല്ലേ? ഓരോന്നിനും ഓരോ ദൈവമുണ്ട്. അപ്പോൾ പഠിത്തമാണ് ഏറ്റവും വലുതെന്ന് എൻ്റെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചാൽ ഞാൻ പറയുന്നത് സരസ്വതി ദൈവമാണെന്നാണ്. പണമാണ് ഏറ്റവും വലുതെന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചാൽ ഞാൻ പറയുന്നത് മാമോൻ ദൈവമാണെന്നാണ്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, പിള്ളേരെ എടാ കാശില്ലാത്തവന് ഇന്ന് ആൾക്ക് വേണം, അതുകൊണ്ട് മനുഷ്യനായിക്കഴിഞ്ഞാൽ നീ ചിലവ് പറയുമല്ലോ, നീ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, കാശുണ്ടാക്കാൻ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ദൈവം യഹോവയല്ല, യേശുവല്ല, ആ വീട്ടിലെ ദൈവം പണമാണ്, മാമോനാ. പോയിരുന്ന് പഠിക്കടാ, ഇക്കാലത്ത് പഠിക്കാത്തവനെ ആർക്ക് വേണം, പഠിത്തമില്ലെങ്കിൽ എന്തോടാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ ദൈവം സരസ്വതിയാ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് പല ദേവന്മാരാ. സഭകളിലും കാര്യം പണമാണല്ലോ സഭകളിലെയും പ്രധാനപ്പെട്ട വിഷയം. ക്രൂസൈഡ് നടത്തിയാലും എന്തോ നടത്തിയാലും ഏറ്റവും കൂടുതൽ എന്താണ്? പണപ്പിരിവ. റൈറ്റ്? ആഫ്രിക്കയിലൊരു കള്ളപ്രവാചകനുണ്ട്, TB ജോഷുവ എന്ന് പറഞ്ഞ്. ഇപ്പോഴേ നിങ്ങളെ ചിലരുടെ മുഖം ചുളിഞ്ഞു കാണും. അയാൾ വെള്ളം വിറ്റാൽ കാശുണ്ടാക്കുന്നത്. ഹോളി വാട്ടർ, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് വെള്ളത്തിൻ്റെ വിൽപ്പന കൂട്ടാൻ അയാൾ വേറൊരു മാർഗം കണ്ടുപിടിച്ചു. അത് രാവിലെ കുടിക്കേണ്ട വെള്ളം മോർണിംഗ് വാട്ടർ, ഈവനിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കാര്യം വിൽപ്പന ഇരട്ടിയായി. ഞാൻ ജോക്ക് പറയുന്നതല്ല. അങ്ങനെയുള്ള ദൈവങ്ങളുടെ
അനുയായികൾ നമ്മുടെ നാട്ടിലും ഒത്തിരിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ അന്ത്യത്തിൻ്റെ ലക്ഷണമാണെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളാണിതെല്ലാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ നാമം ഒഴികെ വേറെ ഒന്നും ഉണ്ടാകുവാനിടയാകരുതെന്നാ. നീ അല്ലാതെ വേറെ ആരും എനിക്കില്ല, എനിക്ക് വേണ്ട. ഞാൻ ഒരു ദൈവത്തിൻ്റെ പിന്നാലെ പോകില്ല, ഞാൻ പണത്തിൻ്റെ പിന്നാലെ പോകില്ല. പണമല്ല എൻ്റെ ദൈവം, വിദ്യാഭ്യാസമല്ല എൻ്റെ ദൈവം, പദവികളല്ല എൻ്റെ ദൈവം, കസേരയല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം യേശുവാ. എനിക്ക് യേശു മാത്രമേ ഉള്ളൂ, എനിക്ക് യേശു മാത്രം മതി. യേശു മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു അമ്മച്ചി ഇങ്ങനെ സാക്ഷി പറഞ്ഞ ദൈവമക്കളെ എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാം ചുറ്റും ശത്രുക്കളാണ്, അവർക്ക് പോലീസുണ്ട്, അവർക്ക് കാശുണ്ട്, അവർക്ക് പദവികളുണ്ട്, അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. എനിക്കാണ് എൻ്റെ പാവം കർത്താവ് മാത്രമേ ഉള്ളെന്ന്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും പലരുടെയും ചിന്ത അതാ, ഈ കർത്താവിനെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും, അവർക്ക് പോലീസുണ്ട്, അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അവർക്ക് പൈസ ഉണ്ട്, എനിക്കെന്തോ ഉള്ളത്. വേദപുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. എല്ലാവരും പറയും സ്വർഗത്തിൽ കർത്താവേ ഉള്ളൂ. പക്ഷെ അടുത്ത വാക്യം പറയാനാണ് പ്രയാസം. ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴാണ് അവൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത്, അപ്പോഴാണ് അവൻ്റെ നാമം യുണീക്കാകുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ ഭവനത്തിൽ യേശുവിൻ്റെ നാമം യുണീക്കായിരിക്കണം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ കാര്യമല്ലാതെ മറ്റൊന്നും പറഞ്ഞു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് വേണ്ട. എൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിനെ അനുസരിച്ച് നടന്നാൽ മതി. അവർ ധനികരാകണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും. അവർ പഠിച്ച് വലിയ ആൾക്കാരാകണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും. പഠിക്കുന്നേ പഠിച്ചോട്ടെ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. എൻ്റെ ഭവനത്തിൽ ഞാനിതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പറയുന്നത്. എൻ്റെ ഭവനത്തിൽ ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളുണ്ട്. 3 കുഞ്ഞുങ്ങളെ പോയിരുന്ന് പടിയടിയെന്നൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് വെച്ചുകൊണ്ട് അവരാരും പഠിക്കാതിരുന്നിട്ടുമില്ല. അവരൊക്കെ നന്നായിട്ട് പഠിച്ചു. അതൊക്കെ അവരുടെ കാര്യം, അത് ഒരു വലിയ വിഷയമൊന്നുമല്ല. ഞാൻ പിള്ളേരുടെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷയെ തോറ്റാൽ ഒരു പ്രശ്നമില്ല, പക്ഷേ ജീവിതത്തിൽ തോക്കരുത്. പരീക്ഷ തോറ്റാൽ എന്നാ പറ്റാനാ? ഒന്നും പറ്റാനില്ല. പക്ഷെ ജീവിതത്തിൽ തോക്കരുത്. കാരണം എൻ്റെ വീട്ടിൽ ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുവാ. അതായിരിക്കണം നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇതൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ പ്രാർത്ഥിച്ചു പോകാൻ എളുപ്പമാണ്. പക്ഷേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ വീട്ടിൽ വേറെ ഒന്നിനെ ഞാൻ കയറ്റത്തില്ലെന്നാ. എൻ്റെ വീട്ടിൽ പണത്തെ ഞാൻ കയറ്റത്തില്ല, എൻ്റെ വീട്ടിൽ കസേര ഞാൻ കയറ്റത്തില്ല, എൻ്റെ വീട്ടിൽ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ കയറ്റത്തില്ല. എനിക്ക് വേറെ ദൈവമില്ല. അവൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ സഭയിൽ. സഭയുടെ കാര്യം വലിയൊരു വിഷയമാണ്, അത് പിന്നെ ഞാൻ അവരോടൊക്കെ പറയാം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും സഭകളിൽ പല ദൈവങ്ങളാണ്. കസേരയാണ് പലയിടത്തും ദൈവം, പദവികളാണ് ദൈവം. 3 വർഷം കഴിഞ്ഞുള്ള ഇലക്ഷന് വേണ്ടി ഇപ്പോഴേ വലിയ പ്രിപ്പറേഷനാണ്. പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും ഒക്കെ ഭയങ്കര പ്രിപ്പറേഷനാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ദൈവം യേശു അല്ല, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവം യേശു ആണെങ്കിൽ കസേരയുടെ പുറകെ പോകത്തില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, പക്ഷേ ദാറ്റ് ഈസ് എ ഫാക്ട്. ഹു ഈസ് യുവർ ഗാഡ്? ആരാണ് നിങ്ങളുടെ ദൈവം? നിങ്ങളുടെ ദൈവം വിശുദ്ധിയ, അവൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ വിശുദ്ധീകരിക്കപ്പെടണം. മാത്രമല്ല എൻ്റെ രാജ്യത്ത് വിശുദ്ധീകരിക്കപ്പെടണം. കാര്യം യേശുവിൻ്റെ യുണീക്നെസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമല്ല നമ്മളെ ചുറ്റുമുള്ളത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത്, കർത്താവേ, നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നതായ, മറ്റുള്ളതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കുന്ന ഞങ്ങളുടെ രാജ്യത്ത് നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോഴാണ് അതൊരു മിഷണറി പ്ലെയർ ആകുന്നത്. ഓക്കെ, അടുത്തത്, നിൻ്റെ രാജ്യം വരണമേ. യഹോവ ഏകൻ എന്ന ഡിക്ലറേഷൻ പോരാ, രാജ്യം,
അവൻ മാത്രമേ ദൈവം ഉള്ളൂ എന്നുള്ള ഡിക്ലറേഷൻ ആദ്യത്തെ സ്റ്റെപ്പാണ്. പക്ഷേ അടുത്ത സ്റ്റെപ്പ് എന്നാണെന്നറിയാമോ? ഐ ആം കൺഫസിങ് ദാറ്റ് ഗാഡ് ഈസ് മൈ കിങ്. അവൻ രാജാവാണെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് എൻ്റെ പ്രാർത്ഥനയിലൂടെ. നിന്റെ രാജ്യം വരണമേ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു അവൻ പിതാവാണ്. പക്ഷെ ഇപ്പോൾ പറയാണ് അവൻ പിതാവ് മാത്രമല്ല, അവൻ രാജാവും കൂടെയാണ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നു, പക്ഷേ രാജാവ് എന്നെ ഭരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ആദാമിൻ്റെ പിതാവായിരുന്നു ദൈവം, പക്ഷേ അവിടുത്തെ രാജാവുമായിരുന്നു ദൈവം. ആദാം ഒരു പ്രിൻസ് മാത്രമായിരുന്നു, അവൻ രാജകുമാരൻ. മൈൽസ് മൺറോ എന്ന് പറയുന്ന ഒരു മഹാൻ മരിച്ചുപോയി, അതാണെങ്കിലും അയാൾ പഠിപ്പിച്ചത് കിങ്ഡം ആണ്. കിങ്ഡം അയാൾ പറഞ്ഞതെന്നറിയാമോ? അയാളൊക്കെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്ന ഒത്തിരി പെന്തിക്കോസുകാർ വരെ ഉണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. അയാൾ പറയുന്നത് ജീസസ് ഈസ് നോട്ട് ദ ഗോസ്പൽ, ദ ഗോസ്പൽ ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഈവൻ ജീസസ് പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദെൻ ഹൂ ഗേവ് യു ദി അതോറിറ്റി ടു പ്രീച്ച് ജീസസ്? യേശു അല്ല സുവിശേഷം, സുവിശേഷം ദൈവരാജ്യമാണ്. യേശു ദൈവരാജ്യം പ്രസംഗിച്ചു, പിന്നെ നിന്നോട് ആരാ പറഞ്ഞത് യേശുവിനെ പ്രസംഗിക്കാൻ? ഐ വിൽ ഷോ യു. ഇവരെയൊക്കെ വിളിച്ച് പ്രസംഗിപ്പിക്കാൻ നമുക്കൊരു മടിയുമില്ല. കാര്യം ഇതിനകത്തെ തെറ്റ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആൻഡ് ഹി സെഡ് യു ആർ കിങ്സ്. അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കറാണ്, കഴിവുള്ളവരാണ്. ഈ ഒത്തിരി കൾട്ട് ഗ്രൂപ്പുകളിലെ ആളുകളൊക്കെ ഭയങ്കര കഴിവുള്ളവരാണ്. അതുകൊണ്ട് മനുഷ്യനെ ഇടിച്ചു കുത്തി ഇത് പഠിപ്പിച്ച് കളയും. അയാൾ പറയുന്നത് ഇപ്പോൾ നമ്മളാണ്, വി ആർ റെയിനിങ്. അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയത്, വി ആർ റെയിനിങ്. സോ ഗാഡ് ഈസ് നോട്ട് ഇൻവോൾവ് വിത്ത് യുവർ വേൾഡ്. ആൻഡ് വാട്ട് ഈസ് പ്രയർ? മൈൽസ് മൺറോ പറഞ്ഞതാണ്, ബൈ പ്രേയിങ് യു ആർ അലവിങ് ഗോഡ് ടു ഇൻ്റർവീൻ ഇൻ യുവർ ലൈഫ്. പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുവാൻ ദൈവത്തെ അനുവദിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് കയറാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ചിലരുടെ പേരൊക്കെ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം ഇവിടെ ഉണ്ട്. ഈ മൈൽസ് മൺറോയുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന പല ആളുകൾ, അവരുടെ അനുയായികൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചൊന്നും അല്ല ഞാൻ ആരെയും വിധിക്കുന്നതൊന്നുമല്ല. വിധിക്കുന്നതിന് തെറ്റുള്ളതില്ല എന്നുള്ളതൊന്നും അല്ല എൻ്റെ വിഷയം. പക്ഷേ ഉപദേശത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഒരാൾ പ്രസംഗിക്കുമ്പോൾ പേരെടുത്ത് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. ചിലപ്പോൾ ആളുകൾ ചോദിക്കും എന്തിനാണ് പേര് പറയുന്നതെന്ന്. ഓരോരുത്തരുടെയും പ്രൈവറ്റ് ലൈഫ് ചകഞ്ഞ് നടക്കുമൊന്നുമല്ല ഞാൻ. അതവർ ചിലപ്പോൾ പ്രാർത്ഥിച്ച് ദൈവമായിട്ട് നിലപ്പ് പ്രാപിച്ച് എനിക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ. പക്ഷേ ഉപദേശം പഠിപ്പിക്കുമ്പോൾ എനിക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? കാര്യം അത് അനേകരെ വഞ്ചിക്കുന്നതാണ്. ആ ഉപദേശത്തിന് വേണ്ടി നമ്മൾ നിവിരെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സഭകൾ അതിനുവേണ്ടി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ നശിച്ചു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, രാജ്യത്തേക്കാൾ വലുതാണ് രാജാവ്. രാജാവില്ലെങ്കിൽ രാജ്യമില്ല. അതുകൊണ്ട് യേശുവിനെ അല്ല പ്രസംഗിക്കേണ്ടത്. യേശു പ്രസംഗിച്ച ദൈവരാജ്യമാണെന്ന് പറയുന്നത് എന്ത് വിഡിതമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശു ഇല്ലെങ്കിൽ എന്തോന്ന് രാജ്യം? അവനാണ് രാജാവ്. ദൈവം രാജാവാണ്, അവൻ്റെ ഭരണം എനിക്ക് നടക്കണം. പിതാവ് സ്നേഹിക്കുന്ന പിതാവാണ്, പക്ഷേ ആ പിതാവ് രാജാവുമാണ്. അവൻ രാജാവായതുകൊണ്ട് അവൻ്റെ ഭരണം എൻ്റെ ജീവിതത്തിൽ നടക്കണം. പുതിയ നിയമത്തിൻ്റെ കാതലായ തത്വം എന്ന് പറയുന്നത് യേശു നമ്മളെ വീണ്ടെടുത്തു. അത് യേശുവിൻ്റെ ഭാഗത്ത് നിന്ന് യേശു ചെയ്ത രക്ഷണ്യ പ്രവൃത്തി. അവൻ കാൽവറി ക്രൂശിൽ മരിച്ചു, എന്നെ അവൻ വീണ്ടെടുത്തു. രക്ഷണ്യ പ്രവൃത്തി അത് ചെയ്തത് യേശുവാണ്, ദൈവമാണ്, യേശുവാണ്. അത് ഇനീഷ്യേറ്റ് ചെയ്തത് യേശുവാണ്. ദ സേവിങ് ആക്ട് ഇസ് ഇനീഷ്യേറ്റഡ് ബൈ ദ സേവിയർ, നോട്ട് ബൈ ദ പേഴ്സൺ ഹൂ ഈസ് സേവ്ഡ്. ഞാനൊരു കുഴഞ്ഞ ചേറ്റി കിടക്കുകയാണെങ്കിൽ ആ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ രക്ഷകൻ വന്നെന്നെ പൊക്കിയെടുത്താലേ പറ്റൂ. അതിന് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരല്ല, ഈ താഴെ കിടക്കുന്ന ആളല്ല. അത് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ആര് തന്നെയാണ്? രക്ഷകനാണ്. അതുപോലെ യേശു കർത്താവ് ഞാൻ നരകത്തിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, കാൽവറി ക്രൂശിൽ മരിച്ച് എൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കി.
പക്ഷെ സാധ്യമാക്കി എന്ന് പറയുമ്പോഴും ഒരു യൂണിവേഴ്സൽ സാൽവേഷൻ ഇന്നത്തെ ഒരു പ്രശ്നമാണ്. ഇതെല്ലാം പുതിയ പുതിയ ഉപദേശങ്ങൾ വരികയാണ്. യൂണിവേഴ്സൽ സാൽവേഷൻ എന്നു ചോദിച്ചു കഴിഞ്ഞാൽ 2000 വർഷം മുമ്പ് യേശു കർത്താവ് മരിച്ചപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതൊക്കെ പുതിയ ഉപദേശമാണ്. നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നതുകൊണ്ടായി പറയുന്നത്. പക്ഷെ ഇത് സ്വായത്തമാക്കണമെങ്കിൽ അതിന് ഒരു പ്രോസസ്സുണ്ട്. എന്താണ് പ്രോസസ്സ്? യേശു കാൽവറി ക്രൂശിൽ മരിച്ച അന്നുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരുടെയും രക്ഷ സാധ്യമായി തീർന്നു എന്നുള്ളതാണ് സത്യം. അല്ലാതെ രക്ഷ നടന്നു കഴിഞ്ഞു എന്നല്ല, രക്ഷ സാധ്യമായി തീർന്നു. ഞാൻ മൊസാംബിക്കിൽ ആദ്യം ചെല്ലുമ്പോൾ, മൊസാംബിക്കിൽ മപ്പുട്ടോയിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്ത് എനിക്ക് കിളിമാനി എന്ന് പറയുന്ന സ്ഥലത്ത്, സെമ്പസിയയില ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. സെമ്പസിയ പ്രോവിൻസിൽ ചെല്ലാം. ഇപ്പോഴവിടെ അല്ല, ഞാൻ ടാൻസാനിയയില. അപ്പോൾ സെമ്പസിയ പ്രോവിൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈ റോഡ് ഇതിനെ ലിങ്ക് ചെയ്തിട്ടില്ല. ഞാൻ ചെല്ലുന്ന സമയത്ത് ലിങ്ക് ചെയ്തിട്ടില്ല. ഒരു വലിയ റിവർ അതിനിടയ്ക്കുണ്ട്. അതുകൊണ്ട് എല്ലാ ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള സാധനം വരണമെങ്കിൽ ഒന്നീ കപ്പലേ വരണം, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റിന് വരണം. അതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ ഞാനവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാലം പണിതു. സെമ്പസിയ റിവറിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ വലിയൊരു പാലം പണിതു. പക്ഷേ മൊസാംബിക്കിലെ സെമ്പസിയ പ്രോവിൻസിലുള്ളവരെല്ലാം പാവങ്ങളാണ്. അവിടെ പത്രവും ടി വിയും ന്യൂസും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഈ പാലം പണിത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പാലം പണിതത് മുതൽ സെമ്പസിയയിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ പാലത്തെ കൂടി ഇവിടെ പോകാൻ പറ്റും. മപ്പുട്ടോയ്ക്ക് പോകാം. പക്ഷേ പാലം പണിതത് കൊണ്ട് ഇപ്പുറത്തുള്ളവരെല്ലാം അക്കരെ ചെന്നോ? ഇല്ല. അക്കരെ ചെല്ലണമെങ്കിൽ ഓരോരുത്തരും ഈ പാലത്തെ കൂടെ കയറി അക്കരെ ചെല്ലണം. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചതും ആ ദിവസം തന്നെ മനുഷ്യന് ദൈവത്തോട് ആക്സസ് ഉണ്ടായി. പക്ഷെ അത് പാലം പണിതതുപോലെ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്തായില്ല. ഇപ്പുറത്തുള്ള ഓരോരുത്തരും ഈ പാലത്തിൽ വിശ്വസിച്ച് അത് പ്രായോഗികമായിട്ട് ഈ പാലത്തെ കൂടെ കയറി അക്കരെ ചെന്നാലേ മപ്പുട്ടോയ്ക്ക് പോകാൻ പറ്റുള്ളൂ. 2000 വർഷം മുമ്പ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ രക്ഷ സാധ്യമായി തീർന്നു. എന്നാൽ ആ രക്ഷ പ്രായോഗികമാകണമെങ്കിൽ ഓരോരുത്തരും ഈ പാലത്തെ കൂടെ കയറണം. പക്ഷെ പ്രശ്നം എന്നാ, ഇന്നും സെമ്പസിയയുടെ പല മൂലകളിലും ഈ പാലം പണിതതിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത പാവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ സെമ്പസിയയിലെ കാര്യം, ഞാൻ ആഫ്രിക്കയിലെ കാര്യമാണ് പറഞ്ഞത്. എന്നതുപോലെ 2000 വർഷം മുമ്പ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചതോടെ ഇന്നിപ്പോൾ ദൈവത്തോട് നമുക്ക് ആക്സസ് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത കോടിക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ ചുമതലയാ പാലം പണിത വിവരം പോയി പറയാൻ. ഹല്ലേലൂയ. അവരെ കൂടെ കൈപിടിച്ച് കൊണ്ടുപോകണം, അവരെ കൂടെ കയറ്റിക്കൊണ്ട് പോകണം. അതിനെ കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിലൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്ന കാര്യമാണ്. അത് വിശ്വാസത്താൽ. ഇപ്പം താഴെ കുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ കുഴിയിൽ കിടക്കുന്ന വ്യക്തി മുകളിൽ കയറണമെങ്കിൽ അയാൾ നിശ്ചയിച്ചാൽ പറ്റത്തില്ല. മുകളിൽ നിൽക്കുന്ന രക്ഷകൻ നിശ്ചയിച്ചാലേ പറ്റുള്ളൂ. രക്ഷകൻ എന്ത് ചെയ്യുന്നു? ഒരു കയറ് താഴോട്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കയറേൽ കയറി പിടിച്ച്, ഒരു പക്ഷേ ഒരു പക്ഷേ രക്ഷകൻ പറയുമായിരിക്കും, നിൻ്റെ തോളിലൂടെ അത് ഇട്. എന്നിട്ട് നമ്മൾ കയറുകയല്ല, പിടിച്ച് കയറുകയല്ല. എന്താണ്? രക്ഷകൻ അത് പൊക്കി നമ്മളെ എടുക്കുകയാണ്. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് കൃപയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്, വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന്. അങ്ങനല്ല ഇവിടെ പറയുന്നത്. വിശ്വാസത്താൽ നീതീകരണം നടക്കുന്നെങ്കിലും രക്ഷ നടക്കുന്നത് കൃപയാലാണ്. എന്താണ് വിശ്വാസം? വിശ്വാസം ചിലപ്പോൾ ആളുകൾ പറയും ഈ താഴോട്ട് വീണ കയറാണെന്ന്. അതുമല്ല വിശ്വാസം. താഴോട്ട് കയറിട്ടത് കൊണ്ട് മാത്രം ആരും മുകളിൽ കയറത്തില്ല. മുകളിൽ കയറണമെങ്കിൽ ഞാൻ എൻ്റെ രക്ഷകൻ മുകളിലുണ്ട്, എന്നെ വിടുവിക്കുവാൻ വന്നിരിക്കുന്നു എന്നുള്ള അവൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ കയറിൽ കയറി മുറുകെ പിടിക്കുന്ന ആ പിടുത്തമുണ്ടല്ലോ, അതാ ഫെയ്ത്ത്, അതാണ് ട്രസ്റ്റ്, അതാണ് ആശ്രയം. അപ്പോൾ
വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്, പക്ഷേ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മോളിൽ കയറിയാലുള്ള പ്രത്യേകതയോ? മോളിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? കർത്താവേ അല്ലെങ്കിൽ ദൈവേശുവേ, നീ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം, ബൈ ബൈ, ഞാനിന്ന് എൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞു പോയാൽ ഇത് ഒരു കുഴിയേ ഉള്ളെങ്കിൽ 100 കുഴി അപ്പുറത്തുണ്ട്. ഓരോ കുഴിയിലും നീ പോയി വീഴും. അതുകൊണ്ട് മുകളിൽ കയറിയാൽ ഞാൻ പറയുന്നതെന്നറിയാമോ? ഇനി മേലെ ഞാൻ തന്നെ പോകത്തില്ല, നിന്റെ കയ്യെ പിടിച്ചേ ഞാൻ പോകത്തുള്ളൂ. കർത്താവേ, നീ കൊണ്ടുപോകുന്നിടത്തൂടെ പോകത്തുള്ളൂ. നീ എൻ്റെ കർത്താവ്, ഞാൻ നിന്നെ അനുസരിക്കും. അതാണ് യേശുവിൻ്റെ കർത്തൃത്വം. അപ്പോഴാണ് അവൻ എൻ്റെ രാജാവാകുന്നത്. കാര്യം അവൻ്റെ കൽപ്പനയിലാണ് ഞാൻ പിന്നെ ജീവിക്കുന്നത്. അവൻ്റെ കൽപ്പന അനുസരിച്ചേ ഞാൻ ജീവിക്കത്തുള്ളൂ. അതാണ് അവൻ്റെ കർത്തൃത്വം, അതാണ് അവൻ രാജാവെന്ന് പറഞ്ഞാൽ അർത്ഥം. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ രക്ഷ പൂർണ്ണമാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, അവിടെ റോമാലേഖനത്തിൽ പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ അവിടെ ആദ്യം പറയുന്നത് യേശുവിനെ കർത്താവ്, രാജാവ് എന്ന് ഏറ്റുപറയുന്നതാണ്. നീതിക്കായി നീ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതായത് യേശു കർത്താവ് എൻ്റെ പാപങ്ങളുടെ പരിഹാരം. അത് ക്രൂശ് സംഭവം. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, അവൻ്റെ മരണത്താൽ എനിക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ടെന്നുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. പക്ഷേ എൻ്റെ രക്ഷ പ്രായോഗികമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? വെൻ ഐ കൺഫസ് ഹിം ആസ് ലോർഡ്. അവനെ കർത്താവെന്ന് വായ് കൊണ്ട്, വെറുതെ വാഗുകൊണ്ട് ഏറ്റു പറയല്ല. ദാറ്റ് മീൻസ് കൺഫസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവൻ്റെ ഭരണത്തിൻ കീഴിലാണ് ഞാൻ എന്ന് സമ്മതിക്കുമ്പോഴാണ്. അപ്പോൾ അവൻ്റെ ഭരണത്തിൻ കീഴിലിരിക്കാനുള്ള തീരുമാനമാണ് ഈ പ്രാർത്ഥനയിൽ. നിന്റെ രാജ്യം വരയണമേ. നമ്മൾ മറ്റൊരു രാജ്യത്തിലായിരുന്നു. ആ രാജ്യത്തിൽ നിന്ന് അവൻ നമ്മളെ ഈ പുതിയ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നതാണ്. കൊലോസ്യ ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു വാക്യം, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന്. അപ്പോൾ നമ്മൾ ഒരിക്കൽ എവിടെയായിരുന്നു? ഇരുട്ടിൻ്റെ രാജ്യത്തിലായിരുന്നു, അന്ധകാരത്തിൻ്റെ രാജ്യത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ എങ്ങോട്ട് വന്നിരിക്കുന്നു? പുത്രൻ്റെ രാജ്യത്തിലേക്ക്. എന്താ അതിൻ്റെ അർത്ഥം? പുത്രൻ്റെ രാജ്യത്തിൽ ആരാ രാജാവ്? പുത്രനാണ്, യേശുവാണ് രാജാവ്. അവൻ രാജാവാണെങ്കിൽ രാജാവിൻ്റെ ഇഷ്ടമാണ് രാജ്യത്ത് നടക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഒന്നുമില്ല. മുഴുവനും ആരുടെ കൽപ്പന അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു? യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം അവനാണ് രാജാവ്. അപ്പോൾ ഓരോ ദിവസവും നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത് ആ രാജ്യത്തിൻ്റെ കീഴിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. അല്ലാതെ ഇത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഐ എം കൺഫസിങ് ജീസസ് ആസ് ലോർഡ്. യേശുവേ, യു ആർ മൈ കിങ്. നീ എൻ്റെ രാജാവ്, എന്നെ ഭരിക്കണമേ. അവൻ എന്നെ ഭരിക്കാൻ തക്കവണ്ണം ഞാൻ അവന് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഓൾഡ് ടെസ്റ്റമെന്റിലും ഇതേ കൺസെപ്റ്റാണ്. ശമൂവേലിനോട് ജനങ്ങളെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങളെ ഭരിക്കാൻ ഒരു രാജ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു രാജ, ഞങ്ങളുടെ സൈന്യത്തിന്, ഞങ്ങളുടെ പടയ്ക്ക് മുമ്പിൽ പുറപ്പെടാൻ ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണം. ശമൂവേൽ പോയി കരഞ്ഞു, ദൈവമേ, ഞാൻ മുലകുടി മാറിയപ്പം തൊട്ട് ഇവരെ ന്യായം പാലിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം അവർക്ക് എന്നെ വേണ്ട. ഉടനെ കർത്താവ് എന്നെ പറഞ്ഞു, എടാ നിന്നെ അല്ല വേണ്ടാത്തത്, എന്നെയാ വേണ്ടാത്തത്. ഞാൻ അവരെ ഭരിക്കാതിരിക്കത്തക്കവണ്ണം അവർ എന്നെയാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലും ദൈവരാജ്യമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ അവരെ ഭരിക്കാതിരിക്കത്തക്കവണ്ണം. അപ്പോൾ രാജാവാണെങ്കിൽ ഭരണം ആരുടെ പക്ഷത്താണ്? രാജാവിൻ്റെ കയ്യിലാണ്. ഇപ്പൊ ആരാണ് രാജാവ്? യേശുവാണ് എൻ്റെ രാജാവ്. യേശുവാണ് എൻ്റെ രാജാവ്. ആ യേശുവിൻ്റെ രാജത്വം അംഗീകരിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവൻ മാത്രമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാവൂ. അല്ലെ പിന്നെ ചുമ്മാ വന്നിരുന്നിട്ട് നിന്റെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എനിക്ക്
അവകാശം ഉണ്ടാകുന്നത് എന്ന് തന്നെയല്ല, ഇതൊരു മിഷണറി പ്രാർത്ഥനയാണ്. കാര്യം അവൻ്റെ രാജ്യത്വം എന്നിൽ വന്നു, അതുപോലെ എൻ്റെ കുടുംബത്തിൽ വരണം, എൻ്റെ സഭയിൽ വരണം. ഞാനിതിനെക്കുറിച്ചൊന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതുപോരാ, അവൻ്റെ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിതമാകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദിസ് ഇസ് എ മിഷണറി പ്രയർ. ഐ വോണ്ട് ടു സീ ദാറ്റ് the rule of God, the reigning of the God is extending to every part of the world. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും അവൻ്റെ രാജ്യത്വം വ്യാപിക്കുന്ന. രാജ്യത്വം വ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ല പലരും പറയുന്നത് പോലെ ഇവിടെ എല്ലാം ക്രിസ്തീയ രാജ്യമാകണം. ചിലപ്പോൾ ചിലർ പ്രാർത്ഥിക്കും, കർത്താവ് ഇവിടെ ക്രിസ്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാകണം, ക്രിസ്ത്യൻ MLA വരണം, ക്രിസ്ത്യൻ. എനിക്കതൊന്നും ആഗ്രഹമൊന്നുമില്ല. അതിപ്പോൾ ആര് വന്നാലും ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. ക്രിസ്ത്യൻ പ്രധാനമന്ത്രി ആയെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാനില്ല. കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, പിന്നെ ഇതിനൊക്കെ കിടന്ന് ചാകാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ പുറകെ ഒന്നും പോകാനൊന്നും എനിക്കതിനൊന്നും താല്പര്യമൊന്നുമില്ല. ഇവിടെ ക്രിസ്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടൊന്നും ഒന്നും നേടാനില്ല. ഇവിടെ ആകേണ്ടത് എന്താണ്? ദൈവം രാജാവാകുന്ന ദൈവരാജ്യം. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് മത തീവ്രവാദികൾ ആരും പേടിക്കേണ്ട, ഇവിടെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇന്ത്യ വിളിച്ചിറക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട. അതിനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. അതിൻ്റെ ഒന്നും പുറകെ പോകാൻ ഞങ്ങൾക്ക് നേരമില്ല. ഈ പൊളിറ്റിക്സ് കളിക്കാനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. അതിൻ്റെ പുറകെ ആരെങ്കിലും പോകുന്നെങ്കിൽ അവർ ദൈവരാജ്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരാണ്. അത്രയേ ഉള്ളൂ. അതല്ല ഇവിടുത്തെ വിഷയം. അവൻ രാജാവാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ്റെ ഭരണം. അതെങ്ങനെയാണ്? യേശുവിനെ കർത്താവാക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ ഭരണം ഒരു യാഥാർത്ഥ്യമാകുന്നത്. അല്ലാതെ പൊളിറ്റിക്കലായിട്ട് ഇത് പിടിച്ചടക്കുമ്പോഴല്ല. ക്രിസ്തീയ രാജ്യം എന്നൊക്കെ പേരുള്ള എവിടെയാണ് ക്രിസ്തീയ രാജ്യം നടക്കുന്നത്? എവിടെയാണ്? അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും വേദോസം പോലും വായിക്കാൻ ഇപ്പം പറ്റത്തില്ല. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. ചുമ്മാ വെറുതെ ക്രിസ്തീയ രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആവശ്യമായിരിക്കുന്ന അവൻ്റെ ഭരണം നടക്കണം, അവൻ്റെ രാജ്യം വരണം. അടുത്തത്, അവൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. രാജാവിൻ്റെ ഇഷ്ടമാണ് രാജ്യത്ത് നടക്കേണ്ടത്. അവൻ്റെ ഇഷ്ടം. ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ, അതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ ഇഷ്ടമല്ല. പല സമയത്തും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഇഷ്ടം ദൈവത്തെ കൊണ്ട് സാധിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. അതല്ല പ്രാർത്ഥന, അവൻ്റെ ഇഷ്ടം ഞാൻ നിർവഹിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാ, കർത്താവേ നിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് പറ, പിന്നെ അത് നിർവഹിക്കാനുള്ള കഴിവുകൾ എനിക്ക്, അല്ലെങ്കിൽ കൃപകൾ എനിക്ക് തരണം. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം അതാണ്. ലെറ്റ് ദൈ വിൽ ബി ഡൺ. അവൻ്റെ ഇഷ്ടം നടക്കണം. അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന. പ്രാർത്ഥന 3 വിധമുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. ഒന്ന്, നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന സാധാരണ പ്രാർത്ഥന, കർത്താവേ എൻ്റെ ഇഷ്ടം നടക്കണേ, ലെറ്റ് മൈ വിൽ ബി ഡൺ. അതാണ് കോമൺ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവേ നിൻ്റെ ഇഷ്ടം നടക്കണമേ. അതാണ് കൃത്യമായ ശരിയായ പ്രാർത്ഥന. മൂന്നാമത് ഒരു പ്രാർത്ഥനയുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ ഇഷ്ടം നടക്കണമെന്ന് എനിക്കിങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, നിൻ്റെ ഇഷ്ടം നടന്നാൽ മതി, പക്ഷേ നിൻ്റെ ഇഷ്ടം എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല, അതുകൊണ്ട് ചേഞ്ച് ദൈ വിൽ, നിൻ്റെ ഇഷ്ടം ഒന്ന് വ്യത്യാസപ്പെടുത്തണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഒന്നേ ഉള്ളൂ, നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം പോലെ ആക്കണമെന്നാണ് അർത്ഥം. പിന്നൊന്നുണ്ട്, അങ്ങ് ബലം പിടിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതിരിക്കുമ്പോൾ കർത്താവ് പറയും, എന്നാ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെന്ന്. പെർമിസീവ് വിൽ. അത് ഭയങ്കര അപകടമാണ്. ആവശ്യമുള്ളതെന്നറിയാമോ? ലെറ്റ് ദൈ വിൽ ബി ഡൺ. അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുമാറാകട്ടെ. അതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ അവൻ്റെ ഇഷ്ടം നിർവഹിക്കപ്പെടുന്ന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. വേറെ ഒന്നുമില്ല. സ്വർഗത്തിൽ പോകുന്നത് പോലെ അതാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 23 വാക്യങ്ങളിൽ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം അറിയാനും
അനുസരിക്കാനുമുള്ള വലിയ അഭിവാഞ്ചയോടുകൂടെ വേണം ഞാൻ മുട്ടുമടക്കാനായിട്ട്. അല്ലാതെ എൻ്റെ ഇഷ്ടം സാധിപ്പിക്കാൻ വേണ്ടിയല്ല, അവൻ്റെ ഇഷ്ടം അറിയാൻ, അവൻ്റെ ഇഷ്ടം അനുസരിക്കാനായിട്ട്. പിന്നെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി നമ്മളെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ കാണുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. രണ്ട് കാര്യങ്ങളെ ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഒന്ന്, ഞങ്ങൾക്ക് ആവശ്യമുള്ള, അല്ലാതെ എനിക്ക് ആവശ്യമുള്ളതല്ല, ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രാർത്ഥന. അതായത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ സഭയിലെ, എൻ്റെ സമൂഹത്തിലെ, ഞങ്ങൾക്ക് എന്ന് പറയുന്ന നമുക്ക് ബോധ്യമുള്ള എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയേ അല്ല. അങ്ങനെ പ്രാർത്ഥിക്കാനേ കർത്താവ് പഠിപ്പിക്കുന്നുള്ളൂ. ഗിവ് അസ് അവർ ഡെയിലി ബ്രെഡ്. ഗിവ് അസ്. എൻ്റെ ആവശ്യം, ഗുസ്താവോ ഗുട്രസ് എന്ന് പറയുന്ന ഒരു തിയോളജിനുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, മൈ ബ്രെഡ് ഈസ് മൈ ഫിസിക്കൽ നീഡ്. എൻ്റെ ആഹാരം എൻ്റെ ശാരീരിക ആവശ്യമാണ്. ബ്രെഡ് ഫോർ മൈ ബ്രദർ ഈസ് മൈ സ്പിരിച്വൽ നീഡ്. എൻ്റെ സഹോദരൻ്റെ ആഹാരം എൻ്റെ ആത്മീക ആവശ്യമാണ്. എൻ്റെ ആഹാരം എൻ്റെ ശാരീരിക ആവശ്യമാണ്, എൻ്റെ സഹോദരൻ്റെ ആഹാരം എൻ്റെ ആത്മീക ആവശ്യമാണ്. ഒരു സ്വത്രവും ഇല്ല. ഇതൊക്കെ മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ. നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന ആരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്? ഞങ്ങളുടെ എന്ന് പറയാൻ നമുക്ക് എന്ത് പറ്റും എന്ന് തന്നെയല്ല. ഒരു കാര്യങ്ങളുണ്ട്, ചിലപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പം ദൈവം ഒരു 10 പേരുടെ ആഹാരം അങ്ങ് തന്നിരിക്കും. അന്നേരം എല്ലാം കൂടെ തിന്നരുത്, 10 പേർക്കുള്ള കൊടുത്തോണം. ഈ ദൈവത്തിന് ചിലപ്പോൾ അങ്ങനത്തെ ചില കളികളൊക്കെ ഉണ്ട്. എന്നാന്നറിയാമോ? നീ പ്രാർത്ഥിച്ചതല്ലയോ, കർത്താവേ ഞങ്ങളുടെ സഭയിലെ എല്ലാ മനുഷ്യരെയും നീ കാണണമേ, അവരുടെ ആവശ്യങ്ങളൊക്കെയും. ചിലപ്പം സഭയിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളത് നിൻ്റെ തന്നിരിക്കും. കൊണ്ട പൂത്തി വെക്കരുത്. എന്ത് ചെയ്തോണം? കൊണ്ട കൊടുത്തോണം. അങ്ങനെ ദൈവം പലരെ ഏൽപ്പിച്ചിട്ടുണ്ട്, കൊടുക്കാതെ വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് പിന്നെയും പ്രാർത്ഥിക്കുക ആഹാരം തരണേന്ന്. ആദ്യം കിട്ടിയതൊന്ന് കൊടുക്ക. ഒരു വീട്ടിലെ ഒരു കാശുകാരനാ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ അനേക പട്ടിണി കിടക്കുന്നവരെ, പാവങ്ങൾ, ഭക്ഷിക്കാനില്ലാത്ത അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണമേ, കർത്താവേ ആഹാരം കൊടുക്കണമേ, ദരിദ്രരായ ഞങ്ങളുടെ സഹോദരങ്ങൾ അവരെ നീ സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. 5 പൈസ ഒരു മനുഷ്യനും കൊടുക്കത്തില്ല. ഒരു ദിവസം ചെറുക്കൻ പറഞ്ഞു, ഡാഡി ക്യാൻ യു ഗിവ് മീ ദ കീ ഓഫ് യുവർ വാർഡ്രോബ്? നിൻ്റെ അലമാരയുടെ താക്കോൽ എന്ന് തരാമോ? എന്തിനാണ്? അല്ല, ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ തന്നെ ഉത്തരം കണ്ടുപിടിച്ചോളാമെന്ന്. അല്ലാതെ ചുമ്മാ വാക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കാനല്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമെന്ന്, അതായത് ഡെയിലി നീഡ്സാണ്. അല്ലാതെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി തരണമെന്നുള്ളതല്ല. പണ്ടൊക്കെ നമ്മൾ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ അത്രയും നമുക്ക് അന്നത്തെ നീഡ്, കർത്താവേ നാളത്തെ, അല്ലെങ്കിൽ അതാത് ദിവസത്തെ നീഡ്, അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വർഷത്തേക്കും അതിനപ്പുറത്ത് അടുത്ത വർഷത്തേക്കും ഒക്കെ, പിന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്ക് വേണ്ടി, ഇപ്പം പിന്നെ പല തലമുറയ്ക്ക് വേണ്ടിയായി. ബോംബെയിലൊരു സേർജി ഉണ്ട്, ഗുജറാത്തിയാണ്. അയാൾക്ക് ഒത്തിരി കമ്പനികളെല്ലാം ഉണ്ട്. ഒരു ദിവസം അയാൾ ചാർട്ടർ അക്കൗണ്ടന്റിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടോ ഇനി 1 രൂപയും ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിലും എനിക്ക് എത്രാമത്തെ തലമുറ വരെ ആവശ്യത്തിനുള്ള പണം ഉണ്ടായിട്ടുള്ളത് താനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അയാളുടെ ആസ്തികളെല്ലാം നോക്കി, ഒത്തിരി കമ്പനികളും ഒത്തിരി രാജ്യങ്ങളിൽ ബിസിനസ്സൊക്കെ ഉള്ള ഇയാൾ പറഞ്ഞു, സേർജി ഇനി 1 രൂപ പോലും അങ്ങോട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും അടുത്ത 20 തലമുറയ്ക്ക് വേണ്ടതെല്ലാം അങ്ങ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ ഒറ്റ കരച്ചില്ല, എടോ അപ്പോൾ എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കുള്ളൂ? ഇന്നത്തെ പ്രശ്നം അതാ, 21ാമത്തെ തലമുറയൊക്കെയാണ്. പ്രിയമുള്ളവരെ, ഇതൊന്നും കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയല്ല. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, അതും എനിക്കല്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ആവശ്യം. ഇന്നത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡസൻ മീൻ എത്ര ഗ്രാം അരി ഇന്ന് വേണം, അതൊന്നും അല്ല ഇന്നത്തെ വിഷയം. നമ്മുടെ നിയർ കാര്യം, നമ്മുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്കുള്ള ദാറ്റ്സ് ഇനഫ്.
അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും വറി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. വറി ചെയ്യാനേ പാടില്ല എന്നാണ് പറയുന്നത്. ചിന്തിക്കാം, വറി ചെയ്യാൻ പാടില്ല. ചിന്തിക്കരുതെന്ന് പറയത്തില്ല. ഞാൻ ചിലപ്പം പറയാറുണ്ട്, സഹോദരിമാരോട് ഞാൻ പറയാറുണ്ട്, നാളെ ദോശ ഉണ്ടാക്കണമെങ്കിൽ നാളെ ആലോചിച്ചാൽ പറ്റുകയില്ല, ഇന്ന് ആലോചിച്ചാലേ പറ്റുള്ളൂ അല്ലേ. നാളെ ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് ചിന്തിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ചിന്തിക്കരുതെന്നല്ല, എന്ത് ചെയ്യാൻ പാടില്ല, വറി ചെയ്യാൻ പാടില്ല. നാളെ എന്തോ ഉണ്ടാക്കും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ ഇല്ലയോ, കർത്താവ് തരും. ഓരോ ദിവസവും കർത്താവ് തരും. അതാത് സമയത്ത് ആവശ്യമുള്ളത് കർത്താവ് തരും. അവൻ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും My God shall supply all your needs according to his riches in glory, not greeds. നീഡ്സ് തരാമെന്നേ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ, ഗ്രീഡ്സ് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് വേണ്ട, ഗ്രീഡ്സ് ഒന്നും വേണ്ട, നീഡ്സ് അത് കർത്താവ് നമുക്ക് നിർവഹിച്ച് തരും. പിന്നെ വലിയൊരു സുഖമാണ് അതാത് ദിവസത്തേക്കൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. ഭയങ്കര സുഖമാണ്. അപ്പോഴാണ് കർത്താവിന് ശരിക്കും നമുക്ക് നന്ദി പറയാൻ കഴിയുന്നത്. ഇപ്പം എന്താണ്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പം പിള്ളേർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പോലും വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ, കള്ളം പറയരുത്. പിള്ളേരോടാണെങ്കിലും കള്ളം പറയരുത്. പോയിരുന്ന് പ്രാർത്ഥിച്ചാലേ നിനക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ചിലപ്പോൾ പറയും, പപ്പാടെ പൈസ ഇല്ല, പൈസ ഇല്ലെങ്കിലേ ഇല്ലെന്ന് പറയാം. ഉണ്ടെങ്കിൽ പിള്ളേരോട് നമ്മൾ പൈസ ഉണ്ട്, പക്ഷേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ പിള്ളേരോടൊക്കെ പറഞ്ഞത്, ഇപ്പോൾ എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേർ വിശ്വസിക്കും. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ പിള്ളേർക്ക് അറിയാം എൻ്റെ കാശുണ്ടെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുന്നത്, മോളെ, വി ഹാവ് ഇനഫ് മണി, ബട്ട് ഇറ്റ് ഈസ് ഗോഡ്സ് മണി. അതെങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ദൈവത്തോട് ചോദിച്ചാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഞാൻ വീട്ടിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഞങ്ങളെ പിള്ളേർ പഠിച്ചതും. ഞങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. വി ആസ്ക് ഗോഡ്. ഞങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നു, എന്താ ഞാൻ ചെയ്യേണ്ടത്? ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം ഇതാണ്. ഇഷ്ടംപോലെ പൈസ ഉള്ളപ്പോഴും ഉള്ളപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കർത്താവ് ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് എൻ്റെ നീ എന്തിനാണ് തന്നത്? എൻ്റെ നീ തന്നത് ഇത് ആർക്ക് വേണ്ടിയാണ്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഞങ്ങൾക്കുള്ളതാണെങ്കിൽ അത് എനിക്ക് വേണ്ടിയുള്ളതല്ല. ഞങ്ങൾക്കുള്ളതാണെങ്കിൽ ഞാൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ളത് അതൊരു ഭയങ്കര സുഖമാണ് കേട്ടോ, ഭയങ്കര സുഖമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും വലിയ സന്തോഷം വല്ലതും കിട്ടുമ്പോഴല്ല, ഏറ്റവും വലിയ സന്തോഷം വല്ലതും കൊടുക്കുമ്പോഴാണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ, ദാറ്റ്സ് ഗ്രേറ്റ്. അതിനകത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും. ദൈവത്തിന് നന്ദി കരയറ്റാൻ നമ്മളെ കുഞ്ഞുങ്ങളും പഠിക്കും. ഇനി അടുത്ത കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയട്ടെ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. ക്ഷമ എന്ന് പറയുന്നത് ഈ വാക്യത്തിനകത്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. അതായത് കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് കർത്താവ്, നീ ആദ്യം പോയി നിൻ്റെ കടക്കാരോടെല്ലാം ക്ഷമിക്കുക, അത് കഴിഞ്ഞിങ്ങോട്ട് വാ എന്ന് പറഞ്ഞില്ല. കടമെന്ന് പറയുന്നത് ഇവിടെ ടോക്സ് അബൌട്ട് സിൻ, ഒഫൈലമ എന്ന് പറയുന്ന ഒരു വാക്കാണ്. ടോക്സ് അബൌട്ട് സിൻ. എൻ്റെ കടങ്ങൾ, അല്ലാതെ പിന്നെ നമുക്ക് ദൈവത്തിന് എന്താ വേറെ കടമെന്തുവാ? ദൈവത്തിന് നമുക്കുള്ള കടം എന്താണ്? നമ്മുടെ പാപങ്ങൾ. അത് യഹൂദ മനസ്സിലെ അവരുടെ ചിന്തകളിൽ അവരുടെ വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. അതിൻ്റെ അർത്ഥം എന്താണ്? പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും, എൻ്റെ പാപമെല്ലാം ക്ഷമിച്ചിട്ട് മാത്രമേ ദൈവം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് ദൈവം ഇത് ചെയ്യുന്നത്. അങ്ങനെയല്ല ശരിക്കും. അത് മനസ്സിലാക്കാനായിട്ട് കർത്താവ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൽ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരു ഉപമയാണ്. അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പത്രോസ് ചെന്ന് ചോദിക്കുന്നത്, എത്ര വട്ടം ക്ഷമിക്കണം? 70 വട്ടം എന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ട് സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാനായിട്ട് പോയ ഒരു മനുഷ്യൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ കണ്ടു. 10,000 താലന്ത് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത പൈസയാണ് കേട്ടോ. 10,000 താലന്ത് എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് ടു ബിഗ്. 10,000 താലന്ത്. കാര്യം ബിസിനസ് ചെയ്യാൻ വേണ്ടി കർത്താവ് ഏൽപ്പിച്ചെന്ന് പറയുന്ന കാര്യം പോലും ഒരുത്തന് 5 താലന്ത്, ഒരുത്തന് 3 താലന്ത്, ഒരുത്തന് 2 താലന്ത്, ഒരുത്തന് 1 താലന്ത്. അപ്പോൾ 1 താലന്ത് കൊടുത്താൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ആ ഒരു സാഹചര്യത്തിൽ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5 താലന്തുള്ളവനൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുമെങ്കിൽ 10,000 താലന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ മില്യൺസ് ഒന്നും അല്ല, ബില്യൺസ് ആണ്. അത്രയും കടം ഉള്ള ഒരു വ്യക്തി കണക്ക് തീർത്തപ്പോൾ അവൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടാൻ വകയില്ല. യജമാനൻ എന്ത് പറഞ്ഞു? ഓക്കെ, എന്നാൽ നിൻ്റെ കടം ഞാൻ ഇളച്ചു തന്നിരിക്കുന്നു. അവൻ പറഞ്ഞില്ല, നീ പോയി നിന്നോട് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി ക്ഷമിച്ചേച്ച് വരാൻ പറഞ്ഞോ?
ഇല്ല. എന്നതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ നമ്മുടെ പാപങ്ങളുടെ വലിയ ഭാണ്ഡക്കെട്ടുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ കർത്താവ് ഒന്നും ചോദിക്കാതെ നമ്മളെ പാപത്തെ ക്ഷമിച്ചു തന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ തിരിച്ചു തന്നപ്പോഴത്തേക്ക് ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ്, ഒരു താലന്ത് പോലും ഇല്ല, 100 വെള്ളിക്കാശ്, 10,000 താലന്ത് തിളച്ച് കിട്ടിയവൻ 100 താലന്ത് കടപ്പെട്ടവനെ പിടിച്ചെന്ത് ചെയ്തു? ജയിലാക്കി. നോക്കണം, 10,000 താലന്ത് ഒരിടത്ത് 100 വെള്ളിക്കാശ്, 100 താലന്തല്ല, 100 വെള്ളിക്കാശ്. ആലോചിക്കാൻ പോലും ഇല്ല, അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട്. അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെന്നിട്ട് പറഞ്ഞു, നീ അവന് 10,000 താലന്ത് തിളച്ച് കൊടുത്തിട്ട് അവൻ കണ്ടില്ലേ 100 വെള്ളിക്കാശ് ഉള്ള കടപ്പെട്ട ഒരുത്തനെ പിടിച്ച് അകത്തിട്ടിരിക്കുകയാണ്. യജമാനൻ അവനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവനോട് കരുണ കാണിക്കേണ്ടതല്ലായിരുന്നോ? അതുകൊണ്ട് എന്താ, ഇനി ഈ 10,000 താലന്ത് തന്നിട്ട് നീ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവം നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കും, ഒരു കണക്കും നോക്കാതെ ക്ഷമിക്കും. പക്ഷേ നമ്മൾ അതുപോലെ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടിയ ക്ഷമ റദ്ദാക്കപ്പെടാമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം. നമ്മൾ സകലവിധ പാപങ്ങളും ഒന്നും നോക്കാതെ കർത്താവ് ക്ഷമിച്ചു തരും. പക്ഷേ അതുപോലെ നമ്മൾ തിരിച്ച് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയ ക്ഷമ ചിലപ്പോൾ റദ്ദാക്കപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു അൺഫോർഗിവിങ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, ക്ഷമിക്കാൻ കഴിയാത്ത ചിലർ ഞാൻ മരിച്ചാലും ക്ഷമിക്കത്തില്ലെന്നൊക്കെ പറയും. നോ, ചത്താലും ക്ഷമിക്കത്തില്ലെന്നൊക്കെ. നിങ്ങൾ കർത്താവിൻ്റെ ക്ഷമയൊന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് നിങ്ങളുടെ എത്ര വലിയ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്ത വ്യക്തിയോടും, തെറ്റ് ചെയ്തില്ല വേദന ഉണ്ടാകും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ സ്വാഭാവികമാണ്. ഒരാൾ നമ്മളെ വഞ്ചിച്ചാൽ നമുക്ക് എന്തുണ്ടാകും? വേദന ഉണ്ടാകും. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് വേദനയൊക്കെ ഉണ്ടാകും. വേദനപ്പെടരുതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ സ്വാഭാവികമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കരുതെന്ന് പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ? ഒന്നുമില്ല. അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ടെമ്പററി റിയാലിറ്റീസാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേദനിക്കുമായിരിക്കും, ബട്ട് സ്റ്റിൽ വി നീഡ് ടു ഫോർഗിവ്. ഫോർഗിവ്നെസ് ഒരു വലിയ പാഠമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പാപക്ഷമ നഷ്ടമാകാതിരിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ക്ഷമിക്കുന്നവരായിരിക്കണം. ക്ഷമിക്കുന്നവർ. റുവാണ്ടയിൽ നടന്നൊരു കഥയാണ്. റുവാണ്ടയിൽ വലിയ ജനസൈഡൊക്കെ നടന്ന സമയത്ത് ഒരു ഗ്രൂപ്പ്, ഒരു മിഷണറിമാരുടെ ഒരു അവിടെ ഉണ്ടായിരുന്നു. അവർ ഒരു പള്ളിയിൽ കയറി അഭയം പ്രാപിച്ചു. ആ പള്ളിയിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. അതിനകത്ത് മറ്റൊരു ഗ്രൂപ്പ് വന്നു. ആ ഗ്രൂപ്പ് വന്നിട്ട് ഇവരെ വാളുകൊണ്ട് വെട്ടുകയും കൊല്ലുകയും എല്ലാം ചെയ്തു. ഒരു സ്ത്രീയും അവളുടെ ഭർത്താവ് മിഷണറി ആയിരുന്നു, മക്കൾ എല്ലാവരും കൊല്ലപ്പെട്ടു. ഈ സ്ത്രീയെ ഇവർ ഒരു ചെറുക്കനാ വെട്ടി കഴിഞ്ഞിട്ട് ഇവരവിടെ കിടന്നു. കുറേ ദിവസം കഴിഞ്ഞ് പട്ടാളം വന്ന് എല്ലാം നോക്കിയപ്പോൾ ഈ ശവത്തിനിടയ്ക്ക് ഈ സ്ത്രീക്ക് ജീവനുണ്ടെന്ന് കണ്ടു. അതായത് ഈ മിഷണറിയുടെ ഭാര്യ ജീവനുണ്ടെന്ന് കണ്ടു. നടന്ന സ്റ്റോറിയാണ്. എന്നിട്ട് ഇവരെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു. എല്ലാം അവർ ശരിയായി. ഈ വെട്ടിയ ആൾക്കാരെയും എല്ലാം പോലീസ് പിടിച്ചു, ജയിലിലിട്ടു. ഈ സ്ത്രീ കുറച്ച് കഴിഞ്ഞ് സൗഖ്യമായി കഴിഞ്ഞപ്പോൾ ഈ ജയിലിൽ പോയി ആളുകൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും മറ്റുമൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഈ സ്ത്രീയെ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, അവർ അമ്മ എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്, മമ്മി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഈ സ്ത്രീയുടെ മുമ്പിൽ മുട്ടിൽ വീണിട്ട് പറഞ്ഞു, മമ്മി, ഡു യു റിമെമ്പർ മീ? എന്നോട് പറഞ്ഞു, ഇല്ല മോനെ, ഇറ്റ് ഇസ് ഐ ഹൂ കിൽഡ് യുവർ ഹസ്ബൻഡ്. നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊന്നത് ഞാനാ. ആ ചെറുക്കനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞു, സൺ, ഐ ഫോർഗിവ് യു. അതുകൊണ്ട് തീർന്നില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. ഈ പയ്യൻ അവനും അപ്പനും അമ്മയൊന്നുമില്ല. അല്ല, അവൻ്റെ അപ്പനും അമ്മയും ഈ മറ്റേ ഗ്രൂപ്പ് കൊന്നതാ. എന്നിട്ട് ഇവർ കോടതിയിൽ പറഞ്ഞു, ഐ വോണ്ട് ടു അഡോപ്റ്റ് ദിസ് ചൈൽഡ്. ഞാൻ വേറൊരു മിഷണറി പറഞ്ഞ ഒരു സ്റ്റോറിയായത്. ഒരു അമേരിക്കൻ മിഷണറി അവിടെ ചെന്ന സമയത്ത് ഈ വീട്ടിൽ ഈ ചെറുപ്പക്കാരനെ കണ്ടു. ഹൂ ഈസ് ഹി എന്ന് ചോദിച്ചു. പറഞ്ഞു, ഹീസ് മൈ സൺ. യുവർ സൺ? കാര്യം അവൻ ബ്ലാക്കാ. പറഞ്ഞു, ഹൗ കം? ഉടനെ ആ സ്ത്രീ പറഞ്ഞതാ ഈ സ്റ്റോറി. ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഭർത്താവിനെ വെട്ടിക്കൊന്ന ഇവൻ എൻ്റെ മകനായിട്ട് ജീവിക്കണം. ദാറ്റ് ഈസ് ഫോർഗിവ്നെസ്.
അതാണ് ക്ഷമ. അത്രയൊന്നും വലിയ അപരാധങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. വൈ കാൻറ്റ് വി ജസ്റ്റ് ലവ് അതേഴ്സ്? വഞ്ചിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള ക്ഷമ. അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ക്ഷമ നിലനിൽക്കുന്നത്. ഇത് ഈസിയൊന്നുമല്ല, ക്രിസ്തീയ ജീവിതം അത്ര ഈസിയൊന്നുമല്ല, പക്ഷേ ഇമ്പോസിബിൾ അല്ല. നമ്മൾ ക്ഷമിക്കണം. കർത്താവിൻ്റെ സ്വഭാവം ഇത് നടക്കണമെങ്കിൽ എന്താണെന്ന് അറിയാമോ? ആ കണക്ടറിലൂടെ ആ യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് ഒഴുകിയാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അടുത്തത്, പരീക്ഷയിൽ ഞങ്ങളെ കടത്താതെ. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പരീക്ഷയിൽ ഞങ്ങളെ കടത്താതെ. യെസ്, വി ഓൾ ഹാവ് ടെംപ്റ്റേഷൻസ്. അവിടെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഹ്യൂമൻ വേയിൽ എനിക്ക് ഇല്ല. മാനുഷികമായി പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ശക്തിയൊന്നും എനിക്ക് ഇല്ല. പക്ഷെ അവിടെയാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മളെ ശക്തീകരിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പിന്നീട് രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്ക്. ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മുടെ എല്ലാ തലത്തിലുള്ള ആവശ്യങ്ങളും ആദ്യം നമ്മൾ കാണുന്നത് അവൻ്റെ രാജ്യം, അവൻ്റെ നീതി, അവൻ്റെ നാമം, അവൻ്റെ രാജ്യം, അവൻ്റെ ഇഷ്ടം. അത് എൻ്റെ മനസ്സിൽ വരത്തുള്ളൂ. കാര്യം എന്നിൽ ഒഴുകുന്നത് യേശുവിൻ്റെ ജീവനാണ്. എനിക്കിപ്പം വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഐ ലിവ് ഫോർ ഗാഡ്, ഐ ലിവ് ഫോർ ജീസസ് ആൻഡ് ജീസസ് ലിവ്സ് ഇൻ മീ. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുകയല്ല. ചാൾസ് പ്രൈസിൻ്റെ ഒരു ബുക്കാണെന്ന് തോന്നുന്നത്. അത് എൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, സ്റ്റോപ്പ് ലിവിങ് ഫോർ ജീസസ്. ആ ടൈറ്റിൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വേണ്ടോ, സ്റ്റോപ്പ് ലിവിങ് ഫോർ ജീസസ്. എന്നിട്ട് താഴെ എഴുതിയിരിക്കുക, ലെറ്റ് ജീസസ് ലിവ് ഇൻ യു. യേശുവിന് വേണ്ടി ജീവിക്കുന്നത് നിർത്തുക, യേശു നിന്നിലൂടെ ജീവിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ പ്രിയമുള്ളവരെ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ നാളെ ഇത് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എത്രയോ കാതങ്ങൾ പുറകിലാണ്. സ്ഥലമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കും. ഒരു പുതിയ ജീവിതം കർത്താവ് നമുക്ക് നൽകും. ഒരു പ്രാർത്ഥന അനുഭവം നമുക്ക് നൽകും. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന പിതാവുമായിട്ടുള്ള സംസർഗമാണ്. അതൊരിക്കലും കുറയ്ക്കരുത്. അത് കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവ സംസർഗത്തിലാണ്. അതുകൊണ്ട് പ്രേ ആസ് മച്ച് ആസ് യു ക്യാൻ. സ്പെൻഡ് ടൈം ഇൻ പ്രെയർ. പ്രാർത്ഥന കുറയ്ക്കരുത്, പക്ഷേ സ്വാർത്ഥമായ പ്രാർത്ഥന നിർത്തണം. പകരം കർത്താവ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം എന്നിലൂടെ ഒഴുകും, അവൻ്റെ വിശുദ്ധി എന്നിലൂടെ ഒഴുകും. ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും. വേറെ ഒരു ലക്ഷ്യവും എനിക്കില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് ഞാൻ വരും. പ്രാർത്ഥിക്കാം ഒരു നിമിഷം. സ്വർഗ്ഗപിതാവേ, നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആഴങ്ങൾ എത്ര വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, അത് പൂർണ്ണമായി ഗ്രഹിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ കർത്താവേ, ഞങ്ങൾക്കൊരു വലിയ രൂപാന്തരം തരണമേ. നിൻ്റെ ജീവൻ ഞങ്ങളിലൂടെ ഒഴുകുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ ഇനി ജീവിക്കുന്നതെന്ന് പറയുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. എപ്പോഴും സ്വർഗീയമായതിനെ മാത്രം കാക്ഷിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൊരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.